ഹലോ ഓൾ. നമ്മുടെ തേർഡ് ചാപ്റ്ററിലെ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ അഞ്ചാമത്തെ മെയിൻ ഹെഡിങ് തൊട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 5, 6, 7, 8, 9 അത്രയും മെയിൻ ടോപ്പിക്സ് ആണ് നമുക്കിതിലുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 തൊട്ട് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയുള്ള സെക്ഷൻസ് ആണ് ഇതിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ സെക്ഷൻസ് ആണ് ഇത് വരുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ അഞ്ചാമത്തെ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആറാമത്തെ ടോപ്പിക്കിൽ അതിലേക്ക് കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. കാരണം ഇതുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആറാമത്തെ ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അതുമായി കണക്ട് ചെയ്താണ് ഏഴാമത്തെ ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ളത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ആൻഡ് അത്യാവശ്യം നല്ല അത്ര ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ഞാൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള എല്ലാ പ്രോബ്ലംസും ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ, അഥവാ നമ്മുടെ ഈ തേർഡ് ചാപ്റ്ററിലാണ് ഹയർ ഓർഡർ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. ഹയർ ഓർഡർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ വരാം, തേർഡ് ഓർഡർ വരാം, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് എത്ര വേണേ വരാം. വൈ ഡാഷ് വരുന്ന അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. സെക്കൻഡ് ഓർഡർ തൊട്ട് 2 അതിലധികമോ ഓർഡർ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ 10 ഓർഡർ, 11 ഓർഡർ, 20 ഓർഡർ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. 2 or 3 ക്വസ്റ്റ്യൻസ് ഫോർത്ത് ഓർഡറും വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഓർഡർ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഇല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് ഇപ്പോൾ y" + 2y' + y = 0. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് വരുന്നത് 2 ആണ്. ഇപ്പോൾ വൈൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണല്ലോ, ഇതിൽ വൈൻ്റെ തേർഡ് ഡെറിവേറ്റീവ് ഇല്ല. സോ ഇതിൻ്റെ ഓർഡർ എന്താണ്? 2 ആണ്. ഇവിടെ y" ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. ഒരു ഫോർത്ത് ഡാഷ്, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു y ഫോർത്ത് ഡാഷും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 4 ആയിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മാക്സിമം ഫോർത്ത് ഓർഡർ വരെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എല്ലാം ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പാണ് നമുക്ക് ഓരോ മെയിൻ ഹെഡിങ്സിൻ്റെ അണ്ടറിലായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ ഈ ഒരു ടോപ്പിക്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചെയ്യും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. അതിൽ ഹയർ ഓർഡർ ആണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. അതായത് ഇതിപ്പോൾ ജനറൽ ആയിട്ടോ nth ഓർഡറുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ കൂടെ എല്ലാം ഓരോ കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. ദെൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് 0 ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 0 അല്ലെങ്കിൽ അത് വേറെ ടൈപ്പ്, അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എഴുതിയത് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കും. ഇപ്പോൾ ഫോർത്ത് ഓർഡർ വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൽ ഓരോ ഡെറിവേറ്റീവിൻ്റെയും കൂടെ കോൺസ്റ്റൻറ്റുകളല്ലേ ഉള്ളത്? 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1 കോൺസ്റ്റൻറ്റുകളാണ് കൂടെ ഉള്ളത്. ഈക്വൽ ടു ഞാൻ ഇപ്പുറത്ത് 0 അല്ലേ എഴുതിയിരിക്കുന്നത്? 0 ആണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. വേറെ ഞാൻ പറയുന്നത് ഇപ്പോൾ y" + 2y' = 0. ഇത് സോൾവ് ചെയ്യാനും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതായത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് വരുമ്പോൾ ഇൻ കേസ് ഇവിടെ 0ക്ക് പകരം x² ആണെന്ന് വിചാരിക്കാം, അത് സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നില്ല. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിലാണ് പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വരാം. ഇപ്പോൾ y" + x²y' = 0. ഇതിൽ y" കോഎഫിഷ്യൻ്റ് എന്താ? x ആണ്. ഇവിടെയോ y' കോഎഫിഷ്യൻ്റ് x² ആണ്. അപ്പോൾ ഇങ്ങനത്തെ വന്നാലും നമുക്ക് ചെയ്യാൻ ഈ ഒരു ടോപ്പിക്കിൽ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം കോൺസ്റ്റൻറ്റുകളായിരിക്കണം. ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കണം? 0. അഥവാ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആയിരിക്കണം. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ സോൾവ് ചെയ്യാൻ, ഏത് ഓർഡറും ആയിക്കോട്ടെ, അത് സോൾവ് ചെയ്യാനാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഫോർത്ത് ഓർഡറും മാത്രമേ ഉള്ളൂ. ഫിഫ്ത്ത് ഓർഡറും സിക്സ്ത് ഓർഡറും ഒന്നും പഠിക്കാനില്ല. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഈ ഫോർമാറ്റിൽ ഉണ്ടാവുക. A2 ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് y", ഒരു കോൺസ്റ്റൻറ്റ് y' പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് y. ഇതെല്ലാം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. y" അവിടെ ഉണ്ടായിരിക്കണം. ഈ 2 ടേംസും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. y" ഉണ്ടെങ്കിൽ തന്നെ എന്തായി? സെക്കൻഡ് ഓർഡർ ആയി. അതാണ് ഏറ്റവും വലുത്. പിന്നെ ട്രിപ്പിൾ ഡാഷ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആൻഡ് അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എത്ര സൊല്യൂഷൻ? 2 സൊല്യൂഷൻ. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് അവിടെ 2 സൊല്യൂഷൻസ് നമ്മളവിടെ കണ്ടുപിടിക്കും. തേർഡ് ഓർഡർ ആണെങ്കിൽ 3 സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഫോർത്ത് ഓർഡർ ആണെങ്കിൽ എത്ര സൊല്യൂഷൻ ഉണ്ടായിരിക്കും? 4 സൊല്യൂഷൻസ്. അതായത് ജനറൽ സൊല്യൂഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ കുഞ്ഞു സൊല്യൂഷൻ നമ്മൾ y സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ എണ്ണമാണ് ഞാൻ ഈ 4 എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആക്കി തരാം. ഇത്രയും മനസ്സിലാക്കുക. ഫോർത്ത് ഓർഡർ, തേർഡ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇവിടെ പഠിക്കുന്നത്. അതിൽ സൊല്യൂഷൻസിൻ്റെ എണ്ണം ഫോർത്ത് ഓർഡറിൽ 4, തേർഡ് ഓർഡറിൽ 3, സെക്കൻഡ് ഓർഡറിൽ 2. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ഓർഡർ
ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് സോൾവ് ചെയ്യാനാണ്. ഓക്കെ, എല്ലാവരും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് സെക്കൻഡ് ഓർഡർ, നമ്മൾ തേർഡ് ഓർഡറോ ഫോർത്ത് ഓർഡറോ ഇല്ല. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് വന്നാലും, അതായത് കണ്ടീഷൻ എന്താണ്, ഹോമോജീനിയസ് ആയിരിക്കണം, കോഎഫിഷ്യൻസ് കോൺസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലുള്ള ഏത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാലും സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ 2 പേജിലായിട്ടാണ് എഴുതിയേക്കണം. ഇതിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കും. അതിൽ 3 ടൈപ്പാണുള്ളത്. 3 ടൈപ്പായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനത് 3 പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾക്ക് ആ വ്യത്യാസം പറഞ്ഞുതരാം. നോക്കാം, ഈ ഒരു ക്വസ്റ്റൻ നോക്കുക. അതിങ്ങനെ ക്വസ്റ്റൻ വരുമ്പോൾ സോൾവ് 4y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഈക്വൾ ടു 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ കേട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ വരിക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക, ക്വസ്റ്റൻ മാത്രം നോക്കുക. ഇത് ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിൻ്റെ ഓർഡർ എന്താണ്, ഫസ്റ്റ് ഓർഡർ ആണോ? അല്ല, ഇതെന്താണ്, സെക്കൻഡ് ഓർഡർ ആണ്. കാരണം ഇതിലുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഹോമോജീനിയസ് ആണല്ലോ, ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. y ഡബിൾ ഡാഷിൻ്റെയും y ഡാഷിൻ്റെയും കൂടെ ഉള്ളത് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നതാണ്. ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഈ y ഡബിൾ ഡാഷിന് d² എന്ന് കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റ് ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാനിതിപ്പോൾ ഞാൻ എൻ്റെ കോളേജിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാറില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു സാധനം എഴുതാം. y ഡബിൾ ഡാഷിന് പകരം നമ്മൾ m² എന്ന് എഴുതുക. 2 ഡാഷ് വരുമ്പോൾ m². y ഡാഷിന് പകരം എന്ത് എഴുതുക, m എന്ന് എഴുതുക. y ഉണ്ടെങ്കിൽ അതിനൊന്നും എഴുതണ്ട. y ഡാഷും y ഡബിൾ ഡാഷും m² m-ഉമായിട്ട് ഇതിനെ മാറ്റി എഴുതുക. 4m² + m = 0. ദിസ് ഈസ് നോൺ ആസ് ദ ഓക്സിലറി ഇക്വേഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എഴുതി. ഓക്കെ, ഞാൻ രണ്ടാമത്തെ പ്രോബ്ലം കാണിച്ചു തരാം. ഇത് വേറൊരു ക്വസ്റ്റൻ ആണ്. y ഡബിൾ ഡാഷ് + 8y ഡാഷ് + 16y = 0. ഇതും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതുക? y ഡബിൾ ഡാഷിന് പകരം m², y ഡാഷിന് പകരം m, അതായത് 8m. 16y, y കാണുമ്പോൾ തെറ്റിപ്പോവരുത്. y ഡാഷിന് m കൊടുത്താൽ yക്ക് ഒന്നും കൊടുക്കണ്ട, yക്ക് ജസ്റ്റ് 1 എന്ന് കൊടുക്കുക. അതായത് 16 × 1 16 എന്ന് വരും, = 0. ഇതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ. വേറൊരു പ്രോബ്ലം നോക്കാം. y ഡബിൾ ഡാഷ് + 9y = 0. y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ m² + 9m എന്ന് എഴുതണോ? വേണ്ട, y ആണ്, y ഡാഷ് അല്ല, y ആയതുകൊണ്ട് ജസ്റ്റ് 9 = 0. അപ്പോൾ ഏതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിലറി ഇക്വേഷൻ എഴുതി വയ്ക്കുക. 1 മാർക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. m² എന്തായാലും അതിലുണ്ടായിരിക്കും, കാരണം സെക്കൻഡ് ഓർഡർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ എമ്മിൻ്റെ 2 വാല്യൂസ് കണ്ടുപിടിക്കാം. സ്ക്വയർ ഉള്ളതായതുകൊണ്ട് ഇതിൽ എമ്മിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് ഉണ്ടാവും. എന്താ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തപ്പോൾ 2 ഞാൻ എമ്മിൻ്റെ സ്ഥാനത്ത് കൊടുത്ത 2² എത്രയാണ്? 4 ആണ്. 4 × 4 16 ആണ്. പ്ലസ് എമ്മിൻ്റെ സ്ഥലത്ത് 2 കൊടുക്കുമ്പോൾ 16 + 2 എനിക്ക് എന്താ കിട്ടിയത്? 18 എന്നാണ് കിട്ടിയത്. 0 ആണോ കിട്ടിയത്? 0 അല്ല കിട്ടിയത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഒരിക്കലും 2 ആവില്ല. എമ്മിൻ്റെ അവിടെ ഞാൻ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ എന്താവണം? 0 ആവണം. അങ്ങനെയുള്ള m കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ള എത്ര m ഉണ്ടാവും? 2m ഉണ്ടായിരിക്കുള്ളൂ. ആ 2m കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ടാസ്ക്. ഇവിടുത്തെയും ഇവിടെ എല്ലാം നമ്മൾ ചെയ്തത് ആ m കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നോക്കി നോക്കൂ. m കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഈ ഫോർമുല. -b ± √b² - 4ac/2a. എന്താണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എയും ബിയും സിയും? എ എന്ന് പറഞ്ഞാൽ m² കൂടെയുള്ള നമ്പർ, ബി എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ കൂടെയുള്ള നമ്പർ, എം ഒറ്റയ്ക്ക് കിടക്കുന്ന അതിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാണ്? 1. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഇവിടെ കോൺസ്റ്റന്റ് ടേം ഇല്ല, എം ഇല്ലാത്ത ടേം ഇല്ല. അപ്പോൾ നമുക്ക് സി എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഓക്കെ, എയും ബിയും സിയും ഇതിൽ നിന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ എയും ബിയും സിയും ഇട്ട് കൊടുക്കുക. ബി 1 ആണ്, -1 ± √b² - 4ac. ബിയും എയും 4 ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ √1 - 0, അവിടെ 0 ആയി പോവും. √1 എന്ന് വരും. -1 ± √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിന് നമ്മൾ ഈ പ്ലസും മൈനസും വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -1 + 1/8 ഒരു വാല്യൂ, -1 - 1/8 രണ്ടാമത്തെ വാല്യൂ. -1 + 1/8 നമുക്ക് 0 കിട്ടും. -1 - 1/8 -2/8 നമുക്ക് എന്ത് കിട്ടും? -1/4 കിട്ടും. അതായത് ഈ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമ്മിൻ്റെ 2 വാല്യൂസ് 0ഉം -1/4ഉമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് 2 വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടി. ഇത് രണ്ടും ഈക്വൽ അല്ല, രണ്ടും ഡിഫറെൻറ്റ് വാല്യൂ ആണ്. 2 ഡിഫറെൻറ്റ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ഞാൻ പറഞ്ഞു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ y = ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. C1 C2 2 കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം ഇവിടെ 0 അല്ലേ കിട്ടിയത്? e⁻0x എന്ന് എഴുതും. C1 e⁻0x പ്ലസ് C2 e⁻−1/4x. കിട്ടിയ 2 വാല്യൂസിനെയും ഈയുടെ മുകളിലേക്ക് കൊണ്ടുപോകുക. കൂടെ നമ്മുടെ എക്സും എഴുതുക. പിന്നെ ഇവിടെ ഒരു C1 ഇടുക, ഇവിടെ ഒരു C2 ഇടുക. C1 e⁻0x പ്ലസ് C2 e⁻−1/4x. e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് 1 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ C1 മാത്രം എഴുതാം. C1 പ്ലസ് C2 e⁻−1/4x ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഈ ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി. എയും ബിയും സിയും എല്ലാം എഴുതി. A1 B8 C16
മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ബി സ്ക്വയറിൻ്റെ അവിടെ ബി സ്ക്വയർ എന്നിട്ട് 64 മൈനസ് 4ac 4 × 1 × 16 അതും 64 ഈ റൂട്ടിനുള്ളിൽ 0 ആയിട്ട് പോകും. റൂട്ടിൻ്റെ ഉള്ളിൽ 0 ആയിട്ട് പോകുമ്പോൾ ഇവിടെ -8 പ്ലസ് ഓർ മൈനസ് 0/2 എന്ന് വരും. അതായത് ഇവിടെ പ്ലസ് ഓർ മൈനസ് 0 എന്നുള്ളതിന് അർത്ഥമില്ല. -8ൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും ഉത്തരം -8 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 0 അവിടുന്ന് പോയി. അതായത് -8/2 ആണ് ആൻസർ വരിക. -8/2 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഞാൻ പറഞ്ഞു എമ്മിന് നമുക്ക് 2 വാല്യൂസ് കിട്ടും. ബിക്കോസ് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? ഒറ്റ വാല്യൂ. കാരണം ഇത് 0 ആയി പോയി. -8 പ്ലസ് 0/2 -8 മൈനസ് 0/2 നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? -4 കിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ വാല്യൂ നമുക്ക് കിട്ടിയാൽ അത് തന്നെയാണ് നമ്മുടെ 2 വാല്യൂ. അതായത് എം എന്ന് പറഞ്ഞാൽ -4 ആണ് കേട്ടോ. -4 ആണ് നമ്മുടെ ആൻസർ വരിക. ആൻഡ് ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ എം ഈക്വൽ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. y is equal to c1 + c2x. നമ്മളിങ്ങനെ എഴുതും c1 + c2x ഇൻറ്റു e⁻⁻4x. ഇവിടെ 2 വാല്യൂസ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ c1 e⁻0x + c2 e⁻1/4x ആണ് എഴുതിയത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ടും ഒരേ വാല്യൂ വന്നുകൊണ്ട് c1 ഉം c2 ഒക്കെ നമ്മൾ ഒരുമിച്ച് എഴുതി. c1 ഒറ്റയ്ക്ക് എഴുതി, c2ൻ്റെ കൂടെ x എഴുതി, ഇൻറ്റു e⁻. ഇത് നമ്മൾ എന്തായാലും ഈയുടെ മോളിലേക്ക് കൊണ്ടുപോകണം e⁻⁻4x. ക്ലിയർ ആവുന്നുണ്ടോ? ഈക്വൽ ആയിട്ട് വരുമ്പോഴും ഈക്വൽ അല്ലാതെ വരുമ്പോഴുള്ള സൊല്യൂഷനിലെ ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് 3 വാല്യൂസ് ഉണ്ടാവും എമ്മിന്. അവിടെ നമ്മൾ ഇതുപോലെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് ഒരുപോലെ വന്നു. അപ്പോൾ -4 ഒരുപോലെ വന്നാൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ ഇവിടെ c1 + c2x + c3x² ഓൾ ഇൻറ്റു e⁻⁻4x എന്നാണ് എഴുതുക. മനസ്സിലായോ? 3 ഉണ്ടെങ്കിൽ c1 + c2x + c3x². എക്സിൻ്റെ പവറുകൾ കൂടി വരും. ഇപ്പം 4 വാല്യൂ ഒരുപോലെയാണ് കിട്ടുമെങ്കിൽ ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 വാല്യൂ ഒരുപോലെ കിട്ടിയാൽ c1 + c2x + c3x² + c4x³ ഇൻറ്റു e⁻⁻4x ആണ് എഴുതുക. അതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് 2 വാല്യൂ ആണ് കിട്ടിയത്. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ 3 വാല്യൂ വരും. അതും ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ c1 ആദ്യത്തെ വാല്യൂ ഇൻറ്റു x, c2 e⁻1/4x + c3 അടുത്ത വാല്യൂ ഇൻറ്റു x അങ്ങനെ എഴുതും. അതാണ് ഇതും ഒരേപോലെ വരുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ 2 വിഭാഗത്തിലും പെടാത്തതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. m² + 9 ആണ്. m² നമ്മൾ a എഴുതുമ്പോൾ m²ൻ്റെ കോയിഫിഷ്യൻറ്റ് 1. ഇവിടെ m ഇല്ല. അപ്പോൾ b എന്ന് പറയുന്നത് 0, c കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 9. നമ്മുടെ ഫോർമുലയിലിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക. റൂട്ട് ഓഫ് b² 0² 0 - 4ac 4 × 9 36 വരും. അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരും. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ സെമിൽ പഠിച്ചിട്ടുള്ളതാണ്. റൂട്ട് -36 എന്ന് പറഞ്ഞാൽ റൂട്ട് 36ൻ്റെ വാല്യൂ 6 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്തുണ്ട്? റൂട്ട് -1 കൂടിയുണ്ട്. ഈ റൂട്ട് -1നെ നമ്മൾ i എന്ന് എഴുതും. അപ്പോൾ റൂട്ട് -36നെ റൂട്ട് 36 6 എഴുതി. റൂട്ട് -1നെ നമ്മൾ എന്ത് എഴുതും? i എന്ന് എഴുതും. അതായത് റൂട്ട് 36നെ നമുക്ക് 6i എന്ന് മാറ്റി എഴുതാം. അപ്പോൾ റൂട്ട് -16 ആണെങ്കിൽ നമുക്ക് റൂട്ട് 16 4 ആണ്. റൂട്ട് -1 നമ്മൾ എന്ത് എഴുതും? i എന്ന് എഴുതും. 4i എന്ന് എഴുതും. ക്ലിയർ? അപ്പോൾ ഈ റൂട്ട് -36നെ ഞാൻ എങ്ങനെ എഴുതി? 6i എന്ന് എഴുതി. 6/2 ഇവിടുത്തെ ഓൾറെഡി ഈ 0 ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. 0 എന്ന് പറയുന്നത് 6/2 എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് +or-3i എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ? അതിൽ 2 സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ +3iയും ഒരു സൊല്യൂഷൻ -3iയും. ഓക്കെ, നമുക്ക് കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂ ആൽഫ +or-βi എന്നുള്ള ഫോർമാറ്റിലാണ് വന്നേക്കണേ. അതായത് ഐൻ്റെ കൂടെയുള്ള ഒരു ടേം +or- ഇപ്പുറത്ത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ 0 ആണ് ശരിക്കുള്ളത്. ആൽഫയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 0 എന്നും ഐൻ്റെ കൂടെയുള്ള ടേമാണ് ബീറ്റയുടെ വാല്യൂ നമുക്ക് 3 എന്നും കിട്ടി. ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ e⁻⁴x ഇൻറ്റു c1 cos βx + c2 sin βx ആണ്. കഴിഞ്ഞ രണ്ടെണ്ണത്തിൽ നിന്നും വ്യത്യാസമാണ്. പക്ഷേ 2 കോൺസ്റ്റൻസ് ഉണ്ട്, c1 ഉം c2 ഉം. ഇതിൽ ആൽഫ ചിലർ എയും ബി ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ കോൺസ്റ്റൻറ്റുകളും ഒരുപോലെ യൂസ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് എപ്പോഴും c1 ഉം c2 ഉം എടുക്കുന്നത്. a b ആണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ e⁻⁴x ഇവിടെ ആൽഫ എന്താണ്? നമുക്ക് 0 ആണ് റിയൽ പാർട്ട്. e⁻⁴x c1 cos βx പറയുമ്പോൾ c1 ബീറ്റ എന്താ 3, c1 cos 3x + c2 sin 3x. e⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ c1 cos 3x + c2 sin 3x എന്ന് വരും. ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു മെത്തേഡേ വരുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് എമ്മിന് 2 ഡിഫറെൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഇങ്ങനെ എഴുതും. അല്ലെങ്കിൽ എമ്മിന് 2 ഒരേപോലത്തെ വാല്യൂ വരും. അപ്പോൾ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ എഴുതും. ചിലപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ്. കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ എന്തായാലും ഒരു ആൽഫയും ബീറ്റയും അതിലുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുക. ഇതാണ് ജനറൽ മെത്തേഡ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആയിട്ടുള്ള സോൾവ് ചെയ്യാനുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ എം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ജനറൽ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. ഇതല്ലാതെ ചില പെർട്ടിക്കുലർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രോബ്ലവും എളുപ്പത്തിൽ ചെയ്യാൻ ഒരു വഴിയുണ്ട്. അത് ഞാൻ ആദ്യം പറയാത്തത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് വേറൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾ നോക്കുക. 4m² + m = 0. അതാണ് ഞാനിവിടെ പെട്ടി വരച്ച് ചെയ്തേക്കണേ. ഇതിൽ നിന്നും m കണ്ടുപിടിക്കാൻ വേറൊരു വഴിയുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഈ മെത്തേഡ് മനസ്സിൽ വെക്കുക. ഇതാണ് ജനറൽ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് നോക്കൂ.
4m സ്ക്വയർ പ്ലസ് എമ്മിൽ നിന്നും എമ്മിൻ്റെ രണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എമ്മിനെ നമുക്ക് പുറത്തേക്ക് എടുത്തൂടെ? എം പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി 4m പ്ലസ് 1 വരും. ഒരു വാല്യൂവും വേറൊരു വാല്യൂവും കൂടി ഇൻഡു ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. രണ്ട് വാല്യൂസ് ഇൻഡു ചെയ്യുമ്പോൾ ഉത്തരം 0 കിട്ടണമെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് 0 ആവണം, അല്ലെങ്കിൽ രണ്ടും 0 ആവണം. അപ്പോൾ ഇവിടെ നമുക്ക് എം വേണമെങ്കിൽ 0 ആവാം. എമ്മിൻ്റെ ഒരു വാല്യൂ കിട്ടി. ഇനി 4m പ്ലസ് 1 0 ആവാം. 4m പ്ലസ് 1 0 എന്ന് പറഞ്ഞാൽ 4m ഈക്വൾ ടു പ്ലസ് 1 അങ്ങോട്ട് പോയപ്പോൾ -1, m ഈക്വൾ ടു -1/4. അതായത് എമ്മിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, 0യും -1/4ഉം. എളുപ്പത്തിൽ കണ്ടുപിടിച്ചില്ലേ ഈ ഒരു മെത്തേഡ്? ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ, ബാക്കി y എഴുതിയതൊക്കെ സെയിം തന്നെ. എം കണ്ടുപിടിക്കാൻ ഇങ്ങനെ വേണമെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എം പുറത്തേക്ക് എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അതേസമയം ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ അതായത് എം സ്ക്വയർ പ്ലസ് 8m പ്ലസ് 16 ഇതിൽ നിന്ന് എം കോമൺ ആയി പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 16ൻ്റെ കൂടെ എം ഇല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള മെത്തേഡ് ഇതാണുള്ളത്. പക്ഷേ ഈ പ്രോബ്ലം ഇവിടെ y ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് 8m പ്ലസ് 16 ആണ്. എം സ്ക്വയർ നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ? എം സ്ക്വയർ പ്ലസ് 8m പ്ലസ് 16 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. നമുക്ക് രണ്ട് വാല്യൂസ്, രണ്ട് നമ്പേഴ്സ് വേണം. ഇതിൽ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രണ്ട് നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആ രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും, ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. ഞാനത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നുണ്ടായിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് വേണം. അവർ കൂട്ടിയാൽ 8, ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ 16. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതാ? 4ഉം 4ഉം കൂട്ടിയാൽ 8 ആണ്. 4ഉം 4ഉം ഇൻഡു ചെയ്താൽ 16 ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ട് നമ്പേഴ്സ് 4, 4 ആണ്. പക്ഷേ ഈ മെത്തേഡിൽ ഒരു ഇതുണ്ട്, നമ്മളതിൻ്റെ ചിഹ്നം മാറ്റി എഴുതണം. അതായത് 4ഉം 4ഉം ഇവിടെ ഞാൻ എഗെയിൻ 4 എഴുതി. 4ഉം 4 നമ്മൾ എം ആയിട്ട് എഴുതുമ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. ഇങ്ങനെ ഈ ഒരു മെത്തേഡ് വെച്ച് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വാല്യൂസ് 4ഉം 4ഉം ആണ് നമുക്ക് കിട്ടി, അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാം. -4 ആണ് നമ്മുടെ വാല്യൂസ് ഉണ്ടായിരിക്കുക. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ലോജിക്കലി തിങ്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം, y ഡബിൾ കോഎഫിഷ്യന്റ് 1 ആവണം. ഓക്കെ, ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കാം. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് 9 ആണ്. നമ്മളിതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എം സ്ക്വയർ പ്ലസ് 9 ഈക്വൾ ടു 0 എം സ്ക്വയർ ഇവിടെ നിർത്തി, പ്ലസ് 9 അങ്ങോട്ട് പോകുമ്പോൾ -9 ആവും. എമ്മിൻ്റെ വാല്യൂ എന്താ വരിക? റൂട്ട് ഓഫ് -9. റൂട്ടിൻ -9 എന്ന് പറഞ്ഞാൽ എന്താ? 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ട് -1 എന്ന് പറയുമ്പോൾ i ആവും. എമ്മിൻ്റെ വാല്യൂ നമുക്ക് +or-3i എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയല്ല. അപ്പോൾ +or-3 വരുമ്പോൾ ആൽഫ 0യും ബീറ്റ 3യും, ബാക്കിയെല്ലാം സെയിം തന്നെ. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് സോൾവ് ചെയ്തിരിക്കുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്, ഇത് സോൾവ് ചെയ്തിരിക്കുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്, ഇത് സോൾവ് ചെയ്തിരിക്കുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്. പക്ഷേ നാലാമതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനറൽ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. നോക്കിയേ, സോൾവ് 16y ഡബിൾ ഡാഷ് പ്ലസ് 24y ഡാഷ് പ്ലസ് 9y ഈക്വൾ 0. ആദ്യം നോക്കേണ്ടത് ഹോമോജീനിയസ് ആണല്ലോ? ആണ്. കോൺസ്റ്റൻറ്റുകളാണല്ലോ? ആണ്. സെക്കൻഡ് ഓർഡർ ആണല്ലോ? ആണ്. എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഇതാ 16m സ്ക്വയർ. അത് എഴുതുമ്പോൾ തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞു y ഡാഷിനാണ് എം എഴുതുന്നത്. y കണ്ടാൽ ചാടി കയറി എം എന്ന് എഴുതി വെക്കരുത്. y എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതണ്ട. ഓക്കെ, 16m സ്ക്വയർ പ്ലസ് 24m പ്ലസ് 9 ഈക്വൾ 0. എ എന്താണ് 16, ബി എന്ന് പറയുന്നത് 24, സി എന്ന് പറയുന്നത് 9. ഞാൻ ജനറൽ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാം ചെയ്തേക്കണം. ബിക്കോസ് അത് പഠിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അത്യാവശ്യം നമ്മളൊരു എഞ്ചിനീയറിംഗിലൊക്കെ യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് എക്സാമിന് അലൗഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഇട്ട് കൊടുത്താൽ, ഈ കോഎഫിഷ്യൻസ് എയും ബിയും സിയും ഇട്ട് കൊടുത്താൽ എമ്മിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനത്തെ കാൽക്കുലേറ്ററുകൾ ഉണ്ട് കേട്ടോ. അത് നമുക്ക് എക്സാമിന് അലൗഡ് ആണ്. കുറച്ച് ഹയർ എഞ്ചിനീയറിംഗ് കാൽക്കുലേറ്റർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് 600 റുപ്പീസൊക്കെ ഉള്ളൂ. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടും. അതിൽ ഇതിൻ്റെ ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. ഇതൊന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോവില്ല. ഈ ഒരു ഇക്വേഷൻ എഴുതി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതാണ്. ആ കാൽക്കുലേറ്റർ നോക്കി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം ബാക്കി നിങ്ങൾ സൊല്യൂഷൻ എഴുതുന്നതിലാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും സിയും നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. സോൾവ് ചെയ്യണമെന്നൊന്നും പറയണ്ടല്ലോ, നമുക്ക് വേണ്ട ഒറ്റ വാല്യൂ കിട്ടും. കാരണം ഇത് 0 ആയി പോകുന്നതുകൊണ്ട് ഒറ്റ വാല്യൂ കിട്ടും. ഒറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ രണ്ട് വാല്യൂസ്. -3/4 -3/4 രണ്ടും ഒരേ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് കേസ്, അതായത് C1 + C2x e⁻³ മനസ്സിലായാലോ? എനിക്ക് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ബിക്കോസ് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഞാൻ ഒരുപാട് പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. എന്ത് എഴുതണം? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. എ എന്താണ്? 1, ബി 2 ആണ്, സി 5 ആണ്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ -5 നോക്കണമെങ്കിൽ മൈനസോട് എടുത്ത് എഴുതണം കേട്ടോ. എയും ബിയും സി എഴുതുമ്പോൾ മറക്കരുത്. ഇതിലിട്ട് കൊടുക്കുക. അതാണ് ഇവിടെ നമുക്ക് എന്തോന്നു? റൂട്ട് ഓഫ് -16 വന്നു. ദാറ്റ് മീൻസ് 4i. ഇവിടെ -2 + or -4i/2 എഴുതുമ്പോൾ അതിൽ നിന്ന് രണ്ടും കോമൺ ആയിട്ട് നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആ 2ഉം 2ഉം വെട്ടി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഇതിനെ -2/2 + or -4i/2 എന്ന് പറഞ്ഞാൽ എന്താ? -2/2 എന്ന് പറയുമ്പോൾ -1 + or -4/2 വരുമ്പോൾ 2i അങ്ങനെ കിട്ടും. ആൽഫ എന്താണ്? -1. ബീറ്റ എന്താണ്? 2. ഇങ്ങനെയാണ് e⁻⁴x e⁻−1x ഇൻറ്റു C1 cos 2x + C2 sin 2x. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത്
തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഓർഡർ ആണ്. നിങ്ങൾക്ക് ഇനി ഏത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് തേർഡ് ഓർഡർ വൈ ട്രിപ്പിൾ ഡാഷ് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിൽ. കാരണം പറഞ്ഞുതരാം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് വൈ ട്രിപ്പിൾ ഡാഷ് മൈനസ് വൈ ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് ഈക്വൾ ടു 0. ഓക്സിലറി ഇക്വേഷൻ കഴിഞ്ഞത് ചെയ്ത പോലെ തന്നെ ഇതും നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓക്സിലറി ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? വൈ ട്രിപ്പിൾ ഡാഷ് ആയതുകൊണ്ട് എം ക്യൂബ് മൈനസ് വൈ ഡബിൾ ഡാഷ് ആയതുകൊണ്ട് എം സ്ക്വയർ മൈനസ് 6ay ഡാഷ് എന്ന് പറഞ്ഞാൽ 6m ഈക്വൽ ടു 0. ഇത് ട്രിപ്പിൾ ഡാഷ് വരുമ്പോഴുള്ള ജനറൽ ആയിട്ടുള്ള വേ അല്ല ഞാൻ പറയുന്നത്. ജനറൽ ആയിട്ടുള്ള വേ ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ പറയാം. ഇവിടെ ഉള്ളൊരു പ്രത്യേകത നോക്കൂ, ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇതിൽ മൂന്നിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് എമ്മിനെ പുറത്തേക്ക് എടുത്തൂടെ? എമ്മിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? എം ഇൻറ്റു എം സ്ക്വയർ മൈനസ് എം മൈനസ് 6 ഈക്വൾ ടു 0 എന്ന് വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഈ സാധനം 0 ആവാം. ഒന്നുകിൽ എം 0 ആവാം, അല്ലെങ്കിൽ എം സ്ക്വയർ മൈനസ് എം മൈനസ് 6 0 ആവാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. A1 B-1 C-6. ഇത് നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി എം പുറത്തേക്ക് എടുത്തുകൊണ്ട് ക്യൂബ് പോയി ഇവിടെ സ്ക്വയർ ആയി. അപ്പോൾ ഇതോ ഒരു 0 എന്നുള്ളൊരു ഓൾറെഡി ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് എമ്മിന് 3 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ 2 ആയിരുന്നു, ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് സോൾവ് ചെയ്താൽ ഇവിടെ നിന്നും 2 കിട്ടുമല്ലോ. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുണ്ടാവും 3ഉം -2 വരുന്നുണ്ട്. അതായത് എമ്മിന് കിട്ടിയിരിക്കുന്ന 3 വാല്യൂസ് 0ഉം 3ഉം -2 ആണ്. 3 ഡിഫറെൻറ്റ് വാല്യൂസ് ആണല്ലോ. നമ്മൾ ആദ്യത്തെ കേസ് C1 e⁻0x പ്ലസ് C2 e⁻3x പ്ലസ് C3 e⁻2x 0 പവറായിട്ട് വരുമ്പോൾ അതിൻ്റെ വാല്യൂ 1 വരും. അതുകൊണ്ട് C1 പ്ലസ് C2 e⁻3x പ്ലസ് C3 e⁻2x. ഇതാണ് സൊല്യൂഷൻ. ഞാൻ ഈ പറഞ്ഞത് ഏത് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും വരുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് 3ലും എം കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പുറത്തെടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കിട്ടി, നമ്മളത് ചെയ്തു. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. നോക്കി, സോൾവ് d³ y/dx³ പ്ലസ് 6d²y/dx² പ്ലസ് 11dy/dx പ്ലസ് 6y. ഇതിങ്ങനെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഈ സാധനം എന്താണ്? തന്നെയാണ് നമ്മുടെ y ട്രിപ്പിൾ ഡാഷ് പ്ലസ് 6y ഡബിൾ ഡാഷ് പ്ലസ് 11y ഡാഷ് പ്ലസ് 6y ഈക്വൾ ടു 0. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരുടെ മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഈ രൂപത്തിൽ തരും, ചിലപ്പോൾ ഈ രൂപത്തിൽ തരും. ഏതായാലും പേടിക്കേണ്ട. d³ y/dx³ എന്ന് പറഞ്ഞാൽ y ട്രിപ്പിൾ ഡാഷ് ആണ്. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓക്സിലറി ഇക്വേഷൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതെന്ത് വരും? m³ പ്ലസ് 6m² പ്ലസ് 11m പ്ലസ് 6 ഈക്വൾ ടു 0. നോക്കൂ, ഇതിൽ നിന്നും കോമൺ ആയിട്ട് എമ്മിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ 6 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനറൽ മെത്തേഡ് അതല്ലാന്ന്. ജനറൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എമ്മിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കും. ക്യൂബ് ആയതുകൊണ്ട്, തേർഡ് ഓർഡർ ആയതുകൊണ്ട് എമ്മിന് എത്ര വാല്യൂസ് ഉണ്ടായിരിക്കും? എമ്മിന് 3 വാല്യൂസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ വാല്യൂ നമ്മൾ വെറുതെ എമ്മിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിക്കും. ഇട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എമ്മിൻ്റെ 3 വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ എമ്മിൻ്റെ അവിടെ ഒരു നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയറിനോട് 6 ഇൻറ്റു ചെയ്തിട്ട് ആ നമ്പറിനോട് 11 ഇൻറ്റു ചെയ്തിട്ട് 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയുള്ള 3 എമ്മുകളാണ് നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ എം നമ്മൾ എമ്മിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കും. നമ്മൾ തുടങ്ങുന്നത് 0യിൽ നിന്നാണ്. ആദ്യം ഞാൻ എമ്മിന് 0 ഇട്ട് കൊടുത്തു. ഈ ഓക്സിലറി ഇക്വേഷനിൽ എമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഉത്തരം എന്താ കിട്ടുന്നത്? 6 ആണ് കിട്ടുന്നത്. 0 ആണോ? അല്ല. അപ്പോൾ എം എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ല. ഇനി ഞാൻ അടുത്തത് 1 ഇട്ട് കൊടുത്തു. എം വരുന്നിടത്തെല്ലാം ഞാൻ എന്തിട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. 1 എടുത്തപ്പോൾ എനിക്ക് 24 കിട്ടിയത്. അതും എന്തല്ല? 0 അല്ല. അപ്പോൾ 1ഉം സൊല്യൂഷൻ അല്ല. ഇനി ഞാൻ -1 ഈ ഒരു ഓർഡറിൽ പോവുക. 0 ഇട്ട് കൊടുക്കുക, 1 കൊടുക്കുക, -1 കൊടുക്കുക. കിട്ടിയില്ലെങ്കിൽ 2 കൊടുക്കുക, -2 കൊടുക്കുക, പിന്നെ 3 കൊടുക്കുക, -3 കൊടുക്കുക. അതിനുള്ളിൽ കിട്ടേണ്ടതാണ്. അങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾക്ക് വരുള്ളൂ. അങ്ങനെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വരില്ല എന്ന് വരും. കാരണം നിങ്ങൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 1ൽ കിട്ടിയില്ല. ഇനി ഞാൻ -1 ഇട്ട് കൊടുത്തു. ഈ ഇക്വേഷനിൽ -1 എം വരുന്നിടത്തെല്ലാം -1 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഉത്തരം 0 കിട്ടി. 12 ഇവിടെ -12 ആണല്ലോ. -12 12 ഉത്തരം എന്ത് കിട്ടി? 0. ചെയ്ത് നോക്കിയോ കൂട്ടത്തിൽ എം ക്യൂബിൽ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ആണ്. 6 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ 1, 6 ഇൻറ്റു 1 6 ആണ്. -11 ഇൻറ്റു 1 അതായത് +11 ഇൻറ്റു -1 -11 ആണ് പ്ലസ് 6 6 12 -1 -11 12 അങ്ങനെ 12 -12 0 വരും. അപ്പോൾ എം ഈക്വൾ ടു -1 ആണ് നമ്മുടെ ഒരു സൊല്യൂഷൻ. ഞാൻ പറഞ്ഞ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എം ഇസ് ഈക്വൾ ടു -1. ഇനി പറയുന്ന സ്റ്റെപ്പ് നന്നായി ശ്രദ്ധിച്ചോളൂ. എം ഈക്വൾ ടു -1 കിട്ടി. എം ഈക്വൾ ടു -1 കിട്ടി. ഈ -1നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും? +1 ആവും. എം +1 ഈക്വൾ ടു 0 ആയിരിക്കും. അതായത് എം +1 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷൻ്റെ ക്യൂബിക് ഇക്വേഷൻ്റെ ഒരു ഫാക്ടറാണെന്ന് കിട്ടി. അതൊന്നും എടുത്തിട്ട് പഠിക്കണ്ട. നിങ്ങൾ എം ഈക്വൾ ടു -1 എന്ന് എഴുതുക. -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ m+1. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഓക്സിലറി ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിനെ m+1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം.
ഈ ഓക്സിലറി ഇക്വേഷനെ m+1 എങ്ങനെയാണ് വന്നേ -1 ഇപ്പുറത്തേക്ക് പോയപ്പോൾ m+1 ഉത്തരം കിട്ടിയത് 1 ആയിരുന്നുവെങ്കിൽ ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ m-1 ആവുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ m+1 ആണ്. m+1 കൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യണത്. ഡിവിഷൻ പറയാൻ ശ്രദ്ധിക്കുക. നമ്മൾ m³ + 6m² + 11m + 6 എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഞാൻ ഇവിടെ ആദ്യം മുതൽ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. m³ + 6m² + 11m + 6 ഞാൻ അങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? m+1. ഇനി നിങ്ങൾക്ക് ഈ ഡിവിഷൻ ശ്രദ്ധിക്കാം. ഇവിടെ എന്താ ഉള്ളത്? ആദ്യത്തെ ആൾ m³ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ആദ്യത്തെ ആളാരാ? എമ്മിനെ എന്തുകൊണ്ട് ഇൻഡു ചെയ്താലാണ് m³ ആവുക? എമ്മിനെ m³ ആക്കണമെങ്കിൽ m² കൊണ്ട് ഇൻഡു ചെയ്യണം ആണല്ലോ. അത് ഞാൻ മുകളിൽ എഴുതി m². എന്നിട്ട് ഇതിനെ ഇൻഡു ചെയ്ത് എഴുതുക m² × m³ ഇനി അടുത്ത ഇതിനെ ഇതുകൊണ്ട് ഇൻഡു ചെയ്യുക m² × +1 + m². ഇങ്ങനെ വന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം നമ്മൾ നോക്കുക, ഇവിടെ m³ ഉണ്ട്, m ഉണ്ട്. അപ്പോൾ m² × m ആണ് m³. ഇതിങ്ങനെ എഴുതുക. ഇനി ഇത് മൈനസ് ചെയ്യുക, സാധാരണ ഡിവിഷൻ ചെയ്യണ പോലെ. m³ നിന്ന് m³ പോയാൽ 0, 6m² നിന്നും ഒരു m² പോയാൽ 5m². ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ഈ 11m ഇവിടെ ഇറക്കിയിടുക. 11m. ഇനി m ആണേ. 5m² കിട്ടണമെങ്കിൽ എമ്മിനെ എന്തുകൊണ്ട് ഇൻഡു ചെയ്യണം? ഒരു എമ്മും കൂടി ഇൻഡു ചെയ്താലേ m² ആവുള്ളൂ. കൂടെ എന്തുകൂടി വേണം? 5ഉം കൂടിയാണ്. അതായത് 5m കൊണ്ട് ഇൻഡു ചെയ്താലാണ് 5m² കിട്ടുക. 5m × m 5m². ഇനി ബാക്കി 5mനെ 1 കൊണ്ട് ഇൻഡു ചെയ്യുക. ദാറ്റ് ഈസ് 5m. ഇത് മൈനസ് ചെയ്യുക. 5m² 5m² വരുമ്പോൾ 0 വരും. 11m - 5m 6m വരും. ഇനി 6 ഇങ്ങോട്ട് ഇറക്കിയിടുക. ഇനി എമ്മിനെ എന്തുകൊണ്ട് ഇൻഡു ചെയ്താലാണ് 6m വരിക? 6 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ 6 × m 6m 6 × 1 6. 6m ഇതെന്ത് വരും? മൊത്തം ക്യാൻസൽ ചെയ്ത് പോവും, 0 വരും. ഇപ്പം നമുക്കിവിടെ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. m² + 5m + 6 ഇതിങ്ങോട്ട് എടുത്ത് എഴുതുക. ഇതും നമ്മുടെ ഈ ഓക്സിലറി ഇക്വേഷൻ്റെ ഒരു ഫാക്ടറാണ്. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. ഇവിടെ നമുക്ക് a ഉണ്ട്, b ഉണ്ട്, c ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എമ്മിന് 2 വാല്യൂസ് കിട്ടില്ലേ? ആ 2 വാല്യൂസ് നേരത്തെ കിട്ടിയ ഈ -1 എന്നുള്ള വാല്യൂ മൊത്തം എത്ര വാല്യൂ ആയി? 3 വാല്യൂ ആയി. അത് തന്നെയാണ് ഇവിടുത്തെ 3 വാല്യൂ. ഇത് നമ്മൾ -b ± ചെയ്യുക. നമുക്ക് ഇവിടെ 2 വാല്യൂസ് കിട്ടും, -2ഉം -3. അതായത് ഓൾറെഡി ഒരു -1 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ -2 കിട്ടി, -3 കിട്ടി. നമ്മൾ എങ്ങനെ സൊല്യൂഷൻ ചെയ്താൽ 3ഉം ഡിഫറൻ്റ് ആണല്ലോ. C1e - x + C2e - -2x + C3e - -3x കഴിഞ്ഞു. ഇതാണ് സൊല്യൂഷൻ. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ തേർഡ് ഓർഡർ വന്നാലുള്ള ജനറൽ മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നു, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി ആ കിട്ടുന്ന സാധനത്തിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായാലും ഡിവൈഡ് ചെയ്ത് പോവും. നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം കിട്ടും. അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാധാരണ രീതിയിൽ സോൾവ് ചെയ്യുന്നു. ബാക്കിയുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കുന്നു, സൊല്യൂഷൻ എഴുതുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇതും ക്യൂബിക് ആണ്, അതായത് തേർഡ് ഓർഡർ ആണ്. ഓക്സിലറി ഇക്വേഷൻ എഴുതുക. m³ - m² - 8m + 12 = 0. ആദ്യം നമ്മൾ എമ്മിന് 0 കൊടുക്കുക. 0 കിട്ടുന്നില്ല. 1 കൊടുത്തു, 0 കിട്ടിയില്ല. -1 ഇട്ട് കൊടുക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? എമ്മിൻ്റെ സ്ഥാനത്ത് ആ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 വരുന്നുണ്ടോ നോക്കുക. ദെൻ -1 നോക്കി ഇട്ട് നോക്കി 0 വന്നില്ല. 2 ഇട്ട് കൊടുത്തു. 2³ - 2² - 8 × 2 + 12ൻ്റെ ആൻസർ 0 ആണ്. 20 - 20 0 വരുന്നുണ്ട്. സോ എമ്മിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2നെ പുറത്തേക്ക് കൊണ്ടുവരിക. m - 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ ഈ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാ ഡിവിഷനാണ്. m³ - m² - 8m + 12. m³ m നോക്കുക. m² × എന്തായാലും ഇവിടെ സ്ക്വയർ തന്നെ വരുള്ളൂ. ഓക്കെ, m² × m m³. m² × -2 m². നോക്കി ഇതിനെ ഇതുകൊണ്ട് ഇൻഡു ചെയ്യാം കേട്ടോ. -2 m². ചിഹ്നമൊക്കെ ശ്രദ്ധിക്കണം. m³ m³ 0. ഇവിടെ -m² -2 m². ഇവിടെ -m² -2m² ആണ്. അപ്പോൾ ഇത് മൈനസും ചേർന്ന് പ്ലസ് ആവും. -m² + 2m² എന്ന് വരുമ്പോൾ 2m² m² പോകും. ദാറ്റ് ഈസ് m². -8m ഇറക്കിയിടുക. ദെൻ m × m ആണ് m² വരെ. m × m m². m × -2 -2m. -8 -2 -6m വരും. ദെൻ ഈ 12നെ ഇറക്കിയിടുക. പിന്നെ -6m കിട്ടണമെങ്കിൽ എമ്മിനെ -6 കൊണ്ട് ഇൻഡു ചെയ്യണം. -6m + 12 വരും. ഉത്തരം 0 വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ഇതിനെ എയും ബിയും സിയും എല്ലാം എഴുതിയെടുത്തിട്ട് എമ്മിൻ്റെ വാല്യൂ നോക്കുക. എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 2ഉം -3. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓൾറെഡി നമുക്ക് എമ്മിന് കിട്ടിയ വാല്യൂ 2 ആയിരുന്നു. ഇവിടെ കിട്ടിയ 2 വാല്യൂസ് 2ഉം -3 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 വാല്യൂസ് ഈക്വൽ ആയിട്ട് വന്നു, ഒരെണ്ണം വേറെ. ഒരേ വാല്യൂസ് നമ്മൾ എങ്ങനെ എഴുതുക? C1 + C2x e⁻²x. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ ഇങ്ങനെ എഴുതി. മൂന്നാമത്തെ C1ഉം C2 എടുത്തതുകൊണ്ട് C3 e⁻³ -3x. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. 2 എണ്ണം ഈക്വൽ ആയിട്ട് ഒരെണ്ണം വേറെ വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അത് തേർഡ് ഓർഡർ ആണ്. ഓക്സിലറി ഇക്വേഷൻ എഴുതി ഓരോന്ന് ഇട്ട് കൊടുക്കണമല്ലോ. നമ്മൾ 0 ഇട്ട് കൊടുത്തു, പറ്റിയില്ല. 1 ഇട്ട് കൊടുത്തു, 0 വന്നു. അപ്പോൾ 1 ആണ് ഒരു സൊല്യൂഷൻ. 1 ഇങ്ങോട്ട് പോകുമ്പോൾ m-1. അപ്പോൾ m-1 ആണ് ഫാക്ടർ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിവിഷനിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ഡിവൈഡ് ചെയ്യുമ്പോൾ തെറ്റാണ്ടിരിക്കാനാണ് ഇവിടെ നമുക്ക് ഈ ഓക്സിലറി ഇക്വേഷനിൽ എം ക്യൂബ് കഴിഞ്ഞിട്ട് എം സ്ക്വയറിൻ്റെ ടേം ഇല്ല, എമ്മിൻ്റെ ടേമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എം സ്ക്വയറിൻ്റെ ടേം ഇല്ലെങ്കിലും 0m² എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇടുക. അതായത് കേട്ടോ എം ക്യൂബ് പ്ലസ് 0m² മൈനസ് 3m+2 എന്നത് നമുക്ക് ഈ 0m² നമ്മൾ ഇട്ട് കൊടുത്താണ് ഡിവിഷന് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ m-1 ഇൻറ്റു ചെയ്യുമ്പോൾ m² ഇൻറ്റു എം ആണ് എം ക്യൂബ്, m² -1 മൈനസ് m². ഇത് 0 ആവും. 0 മൈനസ് m, 0 പ്ലസ് m², 0m² പ്ലസ് m² വരും. മൈനസ് 3m ഇറക്കി ഇടുക. m² കിട്ടണമെങ്കിൽ m കൊണ്ട് ഇൻറ്റു ചെയ്യണം. m ഇൻറ്റു m m², m ഇൻറ്റു -1 മൈനസ് m, -3 മൈനസ് m -2m ആണ് വരിക. 2 ഇറക്കി ഇടുക. -2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഇത് 0 വരിക. അങ്ങനെ ഇത് കിട്ടി. ഇത് എന്ത് ചെയ്യുക, നമുക്ക് എടുത്ത് എഴുതുക. എയും ബിയും സിയും എഴുതി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം -2ഉം വരും. അപ്പോൾ നമുക്ക് മൊത്തം എത്ര വാല്യൂസ്? 3 വാല്യൂസ് ആയി. എമ്മിൻ്റെ 3 വാല്യൂസ് 1ഉം 1ഉം -2. കണ്ടോ, ആദ്യത്തെ 1 ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത് 1 ആണ്. അപ്പോൾ രണ്ടും ഒരേപോലെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ C1 + C2x e⁻x 1x, C പ്ലസ് ഇവിടെ C3 ആണ് കേട്ടോ, C3 e⁻−2x എഴുതാം. ഓക്കെ, അടുത്ത നോക്കാം. d³ y/dx³ + y. ഇതിൻ്റെ m³ y എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 എഴുതുക. ഓക്കെ, ഈക്വൾ ടു 0. എം ഉണ്ടെങ്കിൽ എം എന്ന് എഴുതണമെങ്കിൽ y' വേണേ മറക്കരുത്. m³ + 1 = 0. m³ + 1 = 0. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരു വാല്യൂ കണ്ടുപിടിക്കും. 0 കൊടുക്കുമ്പോൾ 0 ആവില്ല, 1 കൊടുക്കുമ്പോൾ 0 ആവില്ല, -1 കൊടുക്കുമ്പോൾ -1ൻ്റെ ക്യൂബ് -1 ആണ്. -1 + 1 നമുക്ക് എന്താവും? 0 ആവും. അപ്പോൾ എമ്മിൻ്റെ ഒരു വാല്യൂ -1 ആണ്. -1 പുറത്തേക്ക് കൊണ്ടുവന്ന് m+1 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയറിൻ്റെ m² ഇല്ല, എമ്മിൻ്റെ ടേമും ഇല്ല. അപ്പോൾ അതൊക്കെ 0 ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുക. 0m² + 0 എന്നിട്ടിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ m² ഇൻറ്റു m m³ 0 ആയിപ്പോയി. m² ഇൻറ്റു m ഇവിടെ m² വന്നു. 0 മൈനസ് m², -m², 0m ഇറക്കിയിടുക. -m² കിട്ടണമെങ്കിൽ -m കൊണ്ട് ഇൻറ്റു ചെയ്യണം. -m ഇൻറ്റു m -m², -m ഇൻറ്റു 1 -m, 0 ആയിപ്പോയി. ഇവിടെ 0 മൈനസ് -m 0 + m m വരും. 0m + m m വരും. 1 ഇറക്കിയിടുക. 1 ഇൻറ്റു m ആണ് m, 1 ഇൻറ്റു 1 1, ദാറ്റ് 0 വന്നു. ഇതിന് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. m² - m+1 എന്ന് പറയുമ്പോൾ എയ്ക്കും ബിക്കും സിക്കും ഇതൊക്കെ എടുക്കണം. ബി എടുക്കുമ്പോൾ -1 എടുക്കണം, മറക്കരുത് കേട്ടോ. C1 നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു. നമ്മുടെ എന്ത് വന്നു? കോംപ്ലക്സ് നമ്പർ. നോക്കൂടെ ശ്രദ്ധിക്കുക. റൂട്ട് -3 എന്നാണ് വന്നത്. റൂട്ട് 3ക്ക് വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല. ഇപ്പോൾ റൂട്ട് -9 എന്ന് പറയുമ്പോൾ റൂട്ട് 9ൻ്റെ വാല്യൂ 3 എന്നും റൂട്ട് -1ന് പകരം i എന്ന് നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് റൂട്ട് -3 ആണ്. പക്ഷേ റൂട്ട് 3ക്ക് വാല്യൂ ഒന്നുമില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. റൂട്ട് 3 റൂട്ട് -1 നമ്മൾ i എന്ന് എഴുതുക. അതായത് റൂട്ട് ഓഫ് -3 എന്ന് പറയുമ്പോൾ റൂട്ട് 3 i എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഇതിന് നമ്മളൊന്ന് സ്പ്ലിറ്റപ്പ് ആയി എഴുതുമ്പോൾ അങ്ങനെ 1/2 ± റൂട്ട് 3/2 ആയി കിട്ടും. അതായത് ആൽഫ 1/2ഉം ബീറ്റ റൂട്ട് 3/2ഉം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ ആദ്യം നമുക്ക് കിട്ടിയത് -1, പിന്നെ ഇതാണ് കിട്ടിയത്. ഇതിൽ 2 വാല്യൂസ് ഉണ്ട്. 1/2 + റൂട്ട് 3/2 i ഒരു വാല്യൂ, 1/2 - റൂട്ട് 3/2 i രണ്ടാമത്തെ വാല്യൂ. അതായത് മൊത്തം 3 വാല്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇത് നമുക്ക് സാധാരണ രീതിയിൽ C1 e⁻−x എന്ന് എഴുതാം. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാറ്? e⁻⁴x ഇൻറ്റു C2 cos, അതായത് ഇവിടെ ഓൾറെഡി C1 എടുത്തത് കൊണ്ട് പിന്നെ ഇവിടെ C2ഉം C3ഉം ആണ് എടുക്കേണ്ടത്. ഓക്കെ, C2 cos βx എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2x + C3 sin റൂട്ട് 3/2x. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൻ്റെ നമ്മൾ സൊല്യൂഷൻ ഇങ്ങനെയാണ് എഴുതാറ്. അത് അങ്ങനെ തന്നെ എഴുതുക. ഇതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ഈ പഠിച്ചതിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ള ഒരു 3 എണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഇത് 4th ഡെറിവേറ്റീവ് വരുന്നതാണ്. അതായത് എന്താ പറയുക, ഫോർത്ത് ഡാഷ്, അതായത് 4 1 2 3 4 വരുന്ന ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഞാൻ പറഞ്ഞു നമുക്ക് വിരലിൽ എണ്ണാവുന്ന 1 2 പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പ്രോബ്ലം എടുത്ത് പറഞ്ഞേക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. 4 വരുന്നുണ്ട്. ഓക്സിലറി ഇക്വേഷൻ എന്തിനാ? m⁴. ഇത് സ്ക്വയർ ആണ്. 8m² + 16 = 0. വൈന് m എഴുതരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. സാധാരണഗതിയിൽ നമുക്കിങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ 4th ഡാഷ് ആണെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ എമ്മിന് നമുക്ക് 1 എന്ന് കിട്ടി കഴിഞ്ഞാൽ m-1 കൊണ്ട് നമ്മുടെ ഈ ഓക്സിലറി ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. അതിൽ അഗെയിൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് നമ്മൾ അടുത്ത വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെയൊക്കെ ചെയ്യണം. അത് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ 4th ഡെറിവേറ്റീവ് വന്നാൽ തന്നെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ ടെക്സ്റ്റിൽ ആകെയുള്ള ഒരു പ്രോബ്ലമാണിത്. ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ m⁴ + 8m² + 16 = 0 എന്ന് പറയുന്ന ഈ ഓക്സിലറി ഇക്വേഷനെ നമുക്ക് m² + 4² എന്ന് എഴുതാം. a + b² എന്ന് പറഞ്ഞാൽ എന്താ? a² + 2ab 2m² × 4 + b² 4 16. അതായത് m⁴ +
ഈ 4 8 എം സ്ക്വയർ പ്ലസ് 16 എന്ന് എഴുതാലോ. എം സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? എം സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ പ്രോബ്ലം ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ട്രിക്ക് ഉള്ളത് നിങ്ങൾക്ക് തരുള്ളൂ. അതായത് എം സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4 ഈക്വൾ ടു 0. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി? ഇങ്ങനെ മാറ്റി എഴുതി. രണ്ട് വാല്യൂസ് ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എം സ്ക്വയർ പ്ലസ് 4 ഈക്വൾ ടു 0 എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ ഇവിടെ നിർത്തി, ഇത് -4. നമുക്ക് മറ്റേ -b +4 - ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ചെയ്തേ ഉള്ളൂ. എം സ്ക്വയറിനെ ഇവിടെ നിർത്തി +4 അങ്ങോട്ട് പോകുമ്പോൾ -4, എമ്മിൻ്റെ വാല്യൂ √(-4) ദാറ്റ് ഈസ് +or -2i. ഇതിൽ എം സ്ക്വയർ, ഇതിന് രണ്ട് വാല്യൂസ് എം കിട്ടും, ഒന്ന് +2iയും പിന്നെ ഒന്ന് -2iയും. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ +2iയും -2iയും. അതായത് ഒരു ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന് 4 സൊല്യൂഷൻ എമ്മിന് കിട്ടും. ദാറ്റ് ഈസ് ഇപ്പോൾ 2i -2i, ദെൻ ഇവിടെയും 2i -2i. ക്ലിയർ ആയിട്ടോ? ഇതിന് എത്ര വാല്യൂ കിട്ടി? 4 വാല്യൂ കിട്ടി. ഇതിൻ്റെ സൊല്യൂഷൻ ഇതുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഇപ്പോൾ 2i ഒരേ വാല്യൂസ് ആണ്, -2i -2i ഒരേ വാല്യൂസ് ആണ്. രണ്ട് വാല്യൂസ് ഈക്വൽ ആയിട്ട് വന്നു, രണ്ട് വാല്യൂസ് ഈക്വൽ ആയിട്ട് വന്നു. അപ്പോൾ നമുക്കിപ്പോൾ C1 + C2x രണ്ട് വാല്യൂസ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഈ പവർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ i വാല്യൂസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്, ആൽഫ എന്ന് പറയുന്നത് 0 ആണ്. ഈ പവർ α(x) എന്ന് പറയുന്നത് എന്തായിട്ട് പോകും? 1 ആയിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ C1 + C2x എഴുതിയിട്ട് cos βx ദാറ്റ് ഈസ് 2x പ്ലസ് C3 + C4x sin 2x ഇങ്ങനെയാണ് എഴുതുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ കോൺസ്റ്റൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് എഴുതി. ഇവിടെ e⁻⁴x എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, പക്ഷേ ആൽഫ 0 ആയതുകൊണ്ട് e⁻⁴ 1 ആയി പോയതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലം ഓർത്ത് വയ്ക്കുക. ഫോർത്ത് ഓർഡർ ചോദിച്ചാലും ഇതൊക്കെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മളിതുവരെ ചെയ്തതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമാണ്. നോക്കുക. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം 16y - 8y + 145y = 0. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. നമുക്ക് സാധാരണ രീതിയിൽ ഇത് സോൾവ് ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ അവസാനം സൊല്യൂഷൻ്റെ കൂടെ ഒരു C1 C2 എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റൻറ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ചിട്ട് എഴുതണം. അതാണ് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എവിടെ കണ്ടാലും പേടിക്കേണ്ട. സാധാരണ രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ച് ആ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ കണ്ടുപിടിച്ചെഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. എയും ബിയും സിയും എഴുതി എമ്മിൻ്റെ വാല്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വന്നത്? ആൽഫ 1/4 ബീറ്റ 3 ആണ് വന്നത്. നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ എഴുതി. ഇനി ഇപ്പോൾ ഇതുവരെ ചെയ്യാൻ നമുക്കറിയാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് y(0 = -2). ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ -2 ആണ് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനിൽ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. വൈ വരുന്നിടത്ത് -2 കൊടുക്കുക. അപ്പോൾ -2 = e⁻⁴ C1 cos 0, ഇത് 3 × 0 എന്ന് പറയുമ്പോൾ 0 വരും, C2 sin 3 × 0 വരും. sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് മൊത്തം 0 ആയി പോകും. e⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്തിൻ്റെയും പവർ 0 ആയാൽ 1 ആണ്. ഓക്കെ, cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് എന്ത് വരും? C1 × 1 ദാറ്റ് ഈസ് C1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -2, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി C2 കണ്ടുപിടിക്കാനാണ് നമ്മുടെ രണ്ടാമത്തെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ. ഇതിൽ y'(0 = 1 എന്നാണ് പറഞ്ഞേക്കണേ. y ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ y'(1) ആവും എപ്പോൾ? എക്സിന് 0 കൊടുക്കുമ്പോൾ എന്നാണ് ഇവിടെ പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഈ ഉള്ളിലേക്കിട്ട് ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ ഈ x/4 C1 cos 3x ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, C1 കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ e⁻⁴ cos 3x കാണുമ്പോൾ നമുക്കിതിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷൻസ് ഇൻഡ്യൂ ചെയ്ത് വന്ന് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ e⁻⁴ ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ cos 3x ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. C1 ഓൾറെഡി പുറത്തേക്ക് കിട്ടും കേട്ടോ. cos 3xൻ്റെ ഡെറിവേറ്റീവ് -sin 3x × 3. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് cos 3x ഇൻറ്റു e⁻⁴ ഡെറിവേറ്റീവ് e⁻⁴ ഇൻറ്റു 1/4 വരും. ഇപ്പം നമ്മൾ ഇതിൻ്റെ മാത്രമാണ് ഇത് എഴുതിയേക്കുന്നത്. അതുപോലെ ഇവിടെ C2 പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇവിടെ ഈ മൈനസും ഇൻഡ്യൂ ചെയ്യാനൊക്കെ ഇൻഡ്യൂ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട കേട്ടോ പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഈ വാല്യൂ ഡയറക്റ്റ് കൊടുക്കുക. ഇതിൽ y' വരുന്നിടത്ത് നമ്മൾ 1 കൊടുക്കുക, എക്സ് വരുന്നിടത്ത് എല്ലാം എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ ആ sin 0 ഒക്കെ 0 ആയിട്ട് പോകും. എപ്പോഴും ഓർമ്മ വേണം കേട്ടോ, sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഓർമ്മ വേണം.
അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഇങ്ങനെ 1 = 1/4 C1 + 3 C2 എന്ന് കിട്ടും. പക്ഷേ C1ൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് -2. ആ -2 C1ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? C2ൻ്റെ വാല്യൂ എന്നതൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിട്ട് C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പോൾ C1ഉം കിട്ടി, C2ഉം കിട്ടി. നമ്മുടെ ഈ മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൽ C1നും C2നും നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതായത് -2ഉം 1/2ഉം ഇട്ട് കൊടുക്കുക. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ക്ലിയർ? ഒന്നുമില്ല, നമ്മൾ സാധാരണ രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഈ കണ്ടീഷൻസ് അതിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് സോൾവ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലവും ബൗണ്ടറി വാല്യൂ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ നമ്മൾ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യണത്. പക്ഷേ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ എല്ലാ കോൺസ്റ്റൻറ്റിനും നമുക്ക് വാല്യൂ കിട്ടും. ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ എല്ലാ കോൺസ്റ്റൻറ്റും കിട്ടിക്കോളണം എന്നില്ല. അത്രയേ ഉള്ളൂ അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമ്മളത് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് എഴുതണോ? ഓക്സിലറി ഇക്വേഷൻ എഴുതി. എമ്മിന് ഇവിടെയും നമുക്ക് അതാണ് കിട്ടിയത്, എന്താ പറയുക, കോംപ്ലക്സ് നമ്പറാണ് കിട്ടിയത്. ആൽഫ 0 ആണ്, ബീറ്റ 2 ആണ്. സൊല്യൂഷൻ നമ്മൾ എഴുതിയതാണ് നമ്മുടെ സൊല്യൂഷൻ. y(0 = 3) എന്ന് പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ 3 ആണ്. എന്ത്? എക്സിന് 0 കൊടുക്കുമ്പോൾ അതിൽ എക്സിന് 0 കൊടുക്കുക, വൈൻ്റെ വാല്യൂ 3. C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ y(π/2) y' ഒന്നുമില്ല, π/2 എന്ന് ഇതിൽ എക്സിന് വാല്യൂ കൊടുത്താൽ വൈൻ്റെ വാല്യൂ -3 ആണ്. നമ്മൾ അതിലിട്ട് കൊടുക്കുമ്പോൾ cos 2π/2, cos 2x ആണല്ലോ, 2x. അപ്പോൾ എക്സിൻ്റെ ഇവിടെ നമ്മുടെ π/2 കൊടുത്തു. ഈ 2ഉം 2ഉം വെട്ടി പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ cos π എന്ന് വരും. ഇവിടെയും 2ഉം 2ഉം വെട്ടി പോകുമ്പോൾ sin π. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ? sin π, sin 2π, sin 3π, അങ്ങനെ എന്ത് പൈ വന്നാലും സൈനും പയ്യും കൂടി വന്നാൽ അതിൻ്റെ ഉത്തരം 0 ആണ്. കോസിൻ്റെ എങ്ങനെയാണ്? cos π, cos 3π, cos 5π, cos 7π. കോസും ഓഡ് നമ്പറും പയ്യും കൂടി വന്നാൽ അതിൻ്റെ വാല്യൂ -1. cos 2π, cos 4π, cos 6π, അതായത് ഈവൺ നമ്പറും കോസും പയ്യും കൂടി വന്നാൽ ഉത്തരം 1. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, എന്നോട് പറഞ്ഞേ ഉള്ളൂ. സൈനും പയ്യും അത് ഏതായിക്കോട്ടെ, ഈവൺ ആയിക്കോട്ടെ, ഓടായിക്കോട്ടെ, വോട്ട് ഇറ്റ് ഈസ്, സൈനും പയ്യും നമ്മൾ കണ്ട ചതുർത്ഥിയാണ്. അതിൻ്റെ ഉത്തരം എപ്പോഴും 0 ആണ്. കോസിൻ്റെ പയ്യും കോസും പയ്യും ഒരുമിച്ച് വന്നാൽ ഒന്നുകിൽ 1 ആവാം, അല്ലെങ്കിൽ -1 ആവാം. ഈവൺ നമ്പർ ആണെങ്കിൽ 1, ഓഡ് നമ്പർ ആണെങ്കിൽ -1. അപ്പോൾ ഇവിടെ cos പയ്യിൻ്റെ വാല്യൂ cos 1 × π അല്ലേ, അപ്പോൾ -1 വരും. ഇത് പിന്നെ 0 ആവും. C1ൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? C1ൻ്റെ വാല്യൂ 3. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ ഉപയോഗിച്ച് C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മുടെ സൊല്യൂഷനിൽ 3 cos 2x, C1ൻ്റെ അവിടെ 3 എഴുതി, C2ൻ്റെ അവിടെ C2 എന്ന് തന്നെ അങ്ങോട്ട് എഴുതി വെക്കുക. കിട്ടിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേറെ വഴിയൊന്നുമില്ല. C2, അതായത് C2ന് എന്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് അതിനർത്ഥം. C2 ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലവും ബൗണ്ടറി വാല്യൂ പ്രോബ്ലവും തമ്മിലുള്ള ഏക വ്യത്യാസം. ഓക്കെ, സോ നമ്മുടെ 5ാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനിയാണ് 6ാമത്തെ ടോപ്പിക്ക്, സൊല്യൂഷൻസ് ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ പറഞ്ഞിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് റൈറ്റ് സൈഡിൽ 0 ആവുമ്പോൾ അല്ലെങ്കിൽ ഹോമോജീനിയസ് ആവുമ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്ര വരെ പഠിച്ചത്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്, ഇവിടെ നമുക്ക് 0 അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം. പക്ഷേ ഈ ഒരു ടോപ്പിക്കിലല്ല അത് ശരിക്കും പറയണത്, ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. അടുത്ത ടോപ്പിക്കിലാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പറയാം. അതായത് ഇത്ര നേരം നമ്മൾ ചെയ്തതിലെല്ലാം ഇപ്പുറത്ത് 0 ആയിരുന്നു. ഇവിടെ 0 അല്ലെങ്കിൽ, ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ്. g(x) 0 അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ y കണ്ടുപിടിക്കുമ്പോൾ അതിന് 2 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം, yc-യും yp-യും. yc എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, yp എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും 2 സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം, yc-യും yp-യും. രണ്ടും കൂടി കൂട്ടി എഴുതുന്നതാണ് എന്ത്? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉണ്ട്. അതിൽ വേറൊരു കാര്യമുള്ളത്, ഇതിൽ yc അഥവാ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ =0 എന്ന് എഴുതുക, ഹോമോജീനിയസ് ആക്കി എഴുതുക. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് yc. അതായത് കഴിഞ്ഞ ടോപ്പിക്കിൽ, കഴിഞ്ഞ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന yc ആണ്. അവിടെ ഹോമോജീനിയസ് ആയതുകൊണ്ട് നമുക്കതിൽ yp ഒന്നും കണ്ടുപിടിക്കേണ്ടതില്ല. പക്ഷേ നോൺ ഹോമോജീനിയസ് വരുമ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറയുന്ന yc എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ =0 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? yc കിട്ടി. yp ആണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് പുതിയതായുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞല്ലോ. ഈ yc കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പകുതി മാർക്കായി. ഇനി yp കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ചിലപ്പോൾ 3 മാർക്കിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രം കണ്ടുപിടിക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കാം. 3 മാർക്കിനൊക്കെ ചോദിക്കാം. രണ്ടും കൂടി വരുമ്പോൾ എന്തായാലും 5 മാർക്കിനെ ചോദിക്കുള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ yp കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നില്ല. ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് 2 പ്രോബ്ലമേ ഉള്ളൂ. അതിൽ YC നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. YP നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. തന്നിട്ട് അത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഈ ടോപ്പിക്കിലുള്ളൂ, അതായത് ഈ ഹെഡിങ്ങിൻ്റെ അണ്ടറിലുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതെങ്ങാനും 3 മാർക്കിന് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇതിനെ വെച്ച് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല പ്രത്യേകിച്ച്. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ് YP1, YP2, YPK അങ്ങനെ K സൊല്യൂഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നോൺ ഹോമോജീനിയസ് nth ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ. ആൻഡ് G1, G2, GK എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഇപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അത് നമ്മൾ G1, G2, GK ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ YPI എന്ന് പറയുന്നത് ദാറ്റ് ഈസ് YP is the particular solution of, ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് GI വരുമ്പോൾ, ഇതിങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി GI വരുമ്പോൾ YPI ആണ് അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ, ഇതെല്ലാം കൂടി കൂട്ടി ഇപ്പുറത്ത് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും, പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് YP1 എന്ന് പറയുന്നത് ഇതിൻ്റെ G1 ഓഫ് എക്സിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പുറത്തെ എല്ലാം കൂടി കൂട്ടിയാൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചാലോ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. വെരിഫൈ ദാറ്റ് YP ഈക്വൽ ടു x³ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, കണ്ട ഇപ്പുറത്ത് 0 ആണോ? അല്ല, ഇപ്പുറത്ത് G ഓഫ് എക്സ്, ഇതാണ് നമ്മുടെ അപ്പുറത്ത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ ഈ YP? അതായത് YP ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? YCയും YPയും ഉണ്ടെങ്കിലേ ജനറൽ സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും ഇങ്ങോട്ട് എടുത്തെഴുതുക. ഞാൻ എന്താ പറഞ്ഞത്? എന്താണ് YC? ഇത് 0 ആയിട്ട് എഴുതുക, അതായത് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൾ ടു 0 എഴുതുക. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. എമ്മിന് 2 വാല്യൂ, ഡബിൾ ഡാഷ് ആയതുകൊണ്ട് എമ്മിന് 2 വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടാണ് വന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതുക? e റേസ് ടു ആൽഫ എക്സ് പ്ലസ് കോസ് ബീറ്റ എക്സ് പ്ലസ് സൈൻ ബീറ്റ എക്സ്, അതായത് കോസ് 2x പ്ലസ് സൈൻ 2x. ആൽഫ നമുക്ക് 1 ആണ്. YC എഴുതി. ഈ കിട്ടിയ സാധനമാണ് YC. പകുതി മാർക്ക് ആയോ? ആയി. അപ്പോൾ അത്രയും നമുക്കറിയാം. ഇനി YP നമുക്ക് കണ്ടുപിടിക്കണം. YP നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y ഉള്ളിടത്ത് ഈ YP എഴുതുക, y ഡാഷ് ഉള്ളിടത്ത് YPയുടെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക, y ഡബിൾ ഡാഷ് ഉള്ളിടത്ത് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതുക. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഉത്തരം നമുക്ക് എന്ത് കിട്ടണം? ഇത് കിട്ടണം. കിട്ടിയാൽ YP ഇതിൻ്റെ സൊല്യൂഷനാണ്. അതാണ് വെരിഫിക്കേഷൻ, വെരിഫൈ ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ YP നമ്മൾ എടുത്ത് എഴുതി അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് x³ ഡെറിവേറ്റീവ് 3x² ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ വരിക? 3. അങ്ങനെ എഴുതി. x² ഡെറിവേറ്റീവ് 2x, 3 × 2 6x. അപ്പോൾ YP ഡബിൾ ഡാഷ് കിട്ടി. ഇത് കൊണ്ടുപോയി നമ്മുടെ LHS എന്താണ് ഈ സംഭവത്തിൽ ഇട്ട് കൊടുക്കുക. y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 5y എന്ന് പറഞ്ഞാൽ YP ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 6x മൈനസ് 6x² പ്ലസ് 5x³. ഇതിനെല്ലാം എവിടെ കിട്ടിയിരിക്കുന്ന 5x³ ആദ്യം എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് അതേ സാധനം തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി? YP ഇതിലിട്ട് കൊടുത്താൽ LHS ഈക്വൾ ടു RHS ആണ്. ദാറ്റ് മീൻസ് YP എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ YC ഉണ്ട്, YP ഉണ്ട്. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ YC പ്ലസ് YP ആണ്. YC ഓൾറെഡി കണ്ടുപിടിച്ച് എഴുതി കൊടുക്കുക, പ്ലസ് YP എന്ത് എഴുതുക? x³ എഴുതുക. ഇത്രയുമാണ് സൊല്യൂഷൻ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. ഇവിടെയും നമുക്ക് YP തന്നിട്ടുണ്ട്. ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പേടിക്കരുത്. നമുക്ക് എന്താ D എന്നറിയാം. D എന്ന് പറഞ്ഞാൽ എന്താ? D എന്ന് പറഞ്ഞാൽ d/dx ആണ്. അതായത് d² എന്ന് പറഞ്ഞാൽ d²y/dx² ആണ്. ഇതിനിങ്ങനെ തന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇങ്ങനെ തന്നാൽ ഓക്സിലറി ഇക്വേഷൻ എളുപ്പമാണ്. m² പ്ലസ് 3m മൈനസ് 4 എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതിൻ്റെ YP ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് വെരിഫൈ ചെയ്യാനും പിന്നെ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതായത് നമ്മൾ കോൺസ്റ്റന്റുകളുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. നിനക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ ഏതാ വരിക? d² പ്ലസ് 3d മൈനസ് 4y ഈക്വൾ ടു 0. നമുക്ക് കളിക്കൊന്നും പോകണ്ട. ഓക്സിലറി ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കാം. m² പ്ലസ് 3m മൈനസ് 4. YC കണ്ടുപിടിക്കാൻ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1ഉം മൈനസ് 4 കിട്ടും. ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. YC ഇവിടെ ഒന്നുമില്ല, കോംപ്ലക്സ് നമ്പർ ഒന്നുമില്ല. അപ്പോൾ C1 e റേസ് ടു x പ്ലസ് C2 e റേസ് ടു മൈനസ് 4x. YC നമുക്ക് കിട്ടി. ഇനി നമ്മുടെ YP തന്നിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം. YP എന്ന് പറയുമ്പോൾ മൈനസ് കോസ് 2x, കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 2x × 2 ആണ്. ഓക്കെ, അതൊക്കെ അറിയുന്നു വിചാരിക്കുന്നു കേട്ടോ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. കോസ് 2x എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ 2x × 2. അപ്പോൾ കോസ് 3x ആണെങ്കിൽ മൈനസ് സൈൻ 3x × 3. ആ വാല്യൂ ഇൻഡു ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസും കട്ടായി പോയി 2 സൈൻ 2x കിട്ടി. ദെൻ YP ഡബിൾ ഡാഷ് നമുക്ക് 4 കോസ് 2x കിട്ടി. ഇതെല്ലാം കൊണ്ടുപോയി എവിടെ ഇട്ട് കൊടുക്കുക? നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഒന്നുമില്ല, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ d² എന്ന് പറഞ്ഞാൽ ഈ സാധനം, D എന്ന് പറഞ്ഞാൽ ഈ സാധനം,
4 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ y കൂടി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിൽ ഇട്ട് കൊടുക്കുക, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ cos 2x ആഡ് ചെയ്യുമ്പോൾ 4 cos 2x + 4 cos 2x 8 cos 2x ആയി 6 sin x. നമുക്ക് ഇത് തന്നെയാണ് എന്ത് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉള്ളത്. അങ്ങനെ തന്നുകൊണ്ട് പേടിക്കുന്നത് നമുക്ക് അറിയണ രൂപം തന്നെയാണ് കേട്ടോ. സോ LHS RHS ഈക്വൽ ആയി YP എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. ദെൻ എന്താണ് ഞാൻ ജനറൽ സൊല്യൂഷൻ എഴുതിയില്ലേ, സോറി, ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ YC + YP ആണ്. അപ്പോൾ YC എന്ത് എഴുതാതെ ഈ C1 e⁻x + C2 e⁻⁴x എഴുതുക, പ്ലസ് YP എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മൈനസ് കോസ്റ്റ്, നമ്മൾ കണ്ടുപിടിച്ചല്ല ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് മൈനസ്, ഇവിടെ മൈനസ് എഴുതുക, cos 2x. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇത്രയാണ് ഇവിടെയുള്ളത്. ഇനിയാണ് അടുത്ത ഒരു മെയിൻ ഹെഡിങ് വരുന്നത്, ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്കിൽ YP തന്ന് വെരിഫൈ ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് YP തരില്ല, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. YCയും YPയും നമ്മൾ കണ്ടുപിടിക്കണം. ആ YP കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ YP ഞാൻ പറഞ്ഞു, YC കണ്ടുപിടിക്കാൻ നമുക്കറിയാം. YP കണ്ടുപിടിക്കുന്നത് നമുക്ക് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ തന്നിട്ടുണ്ടാവുക, ഈക്വൽ ടു 0ക്ക് പകരം അവിടെ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ അഥവാ നമ്മൾ g(x) ഉണ്ടായിരിക്കും. ആ g(x)-നനുസരിച്ച് g(x)ൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് YP നമ്മൾ ചൂസ് ചെയ്യും. കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു YP നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, YP കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലത്തിക്ക് നന്നായി ശ്രദ്ധിക്കുക. 14 പ്രോബ്ലംസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഇത്രയും പ്രോബ്ലം ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y - y' - 2y = 6 e⁻x. ഇപ്പോൾ ഈക്വൽ ടു എന്തല്ല, 0 അല്ല, അതുകൊണ്ട് തന്നെ ഇത് നോൺ ഹോമോജീനിയസ് ആണ്, സെക്കൻഡ് ഓർഡറും ആണ്. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, YC കണ്ടുപിടിച്ചാൽ നമ്മുടെ ആ പണി തീർന്നു. അപ്പോൾ y " - y' - 2y = 0 ആക്കിയിട്ട് എഴുതുക. ഇനി ഇതിൽ ഓക്സിലറി ഇക്വേഷൻ m² - m - 2 = 0. എയും ബിയും സി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ M കണ്ടുപിടിക്കുക, YC കണ്ടുപിടിക്കുക. എമ്മിന് 2 വാല്യൂസ് 2ഉം -1 ആണ് വന്നത്. C1 e⁻2x + C2 e⁻⁻x. അതായത് നമുക്ക് എന്ത് കിട്ടി, YC കിട്ടി. ഇനി YP കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ g(x) എന്താ നോക്കുക. അതെന്തായാലും 0 ആവില്ലല്ലോ, 0 ആണെങ്കിൽ പിന്നെ ഈ മെനക്കെടൊന്നുമില്ലല്ലോ, നമുക്ക് ഇത് മാത്രമേ കണ്ടുപിടിക്കേണ്ടുള്ളൂ. ഇവിടെ നമ്മുടെ എന്താ പറയുക, g(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ 6 e⁻x ആണ്. നമ്മളിനി ഈ ടേബിളിലേക്ക് പോവാം. ഇതിൽ 6 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 6 e⁻x എന്നുള്ള ഫോർമാറ്റിൽ കിടക്കുന്നത് ഏതാണ്, ഈ ആദ്യത്തെ അല്ലേ, 6ൻ്റെ സ്ഥാനത്താണ് k. ആ 6ന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, നമ്മളത് നോക്കുക വേണ്ട. e⁻⁴x, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ e⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻1x എന്നാണല്ലോ അർത്ഥം. ഇങ്ങനെയാണ് നമ്മുടെ g(x) എങ്കിൽ നമ്മൾ എടുക്കേണ്ട YP എന്ന് പറയുന്നത് C വേറൊരു കോൺസ്റ്റൻ്റ് ആണ്, വെറുതെ C തന്നെയാണ് നമ്മൾ എഴുതുക. e⁻⁴x, ഇവിടെ e⁻⁴x ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുക, കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഇടും. അതായത് ഇതാണ് നമ്മുടെ g(x) എങ്കിൽ, നമ്മൾ എടുക്കേണ്ട YP എന്ന് പറയുന്നത് C e⁻x ആണ്. e⁻x അങ്ങനെ തന്നെ വരും, കൂടെ ഒരു കോൺസ്റ്റൻറ്റ് C ഇടും. ഒരിക്കലും 6 എന്ന് എഴുതി വെക്കരുത്, ഇതെന്തായാലും നമ്മൾ C എന്ന് തന്നെ നമ്മൾ എടുക്കുള്ളൂ. ഇതാണ് നമ്മുടെ YP. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമ്മൾ ഈ C കണ്ടുപിടിക്കണം. ഈ C കണ്ടുപിടിച്ചാലേ നമ്മുടെ YP കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. C e⁻x ഫസ്റ്റ് ഡെറിവേറ്റീവ് C e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണല്ലോ. ഡബിൾ ഡാഷ് വരുമ്പോൾ എന്താ, C e⁻x തന്നെ വരിക. ഇത് കൊണ്ടുപോയി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, y " - y' - 2y. അപ്പോൾ y" ഇട്ട് കൊടുക്കുക, -y' ഇട്ട് കൊടുക്കുക, -2y എന്ന് പറയുമ്പോൾ -2 C e⁻x ഇട്ട് കൊടുക്കുക, ഈക്വൽ ടു 6 e⁻x. അതാണ് നമ്മുടെ മൊത്തം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ. ഇത് ഈക്വൽ ടു എന്തായിരിക്കും, 6 e⁻x. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. ദെൻ അതിനുശേഷം ഇതിലിപ്പോൾ എന്ത് വരും, C e⁻x മൊത്തം എത്ര ഉണ്ട്, -2 C. ഈ C e⁻x ഇത് രണ്ടും കൂടി കട്ടായി പോവും. -2 C e⁻x ഈക്വൽ ടു 6 e⁻x എന്ന് വരും. അതായത് ഇവിടെ e⁻x ഇപ്പോൾ രണ്ടും കൂടി പോകുമ്പോൾ -2C = 6 എന്ന് വരും. സിയുടെ വാല്യൂ എന്ത് കിട്ടും, -6/2 -3 എന്ന് കിട്ടും. സോ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. നമ്മളിതെല്ലാം കണ്ടുപിടിച്ചിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. YP എന്ന് പറഞ്ഞാൽ C e⁻x ആണ്. അതായത് YP എന്ന് പറഞ്ഞാൽ -3 e⁻x ആയിരിക്കും. YP നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ YC + YP. YC ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പ്ലസ് ഈ YPയും കൂടി ഇവിടെ എഴുതുക. ഇതാണ് സൊല്യൂഷൻ. മനസ്സിലായോ YP എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്? അടുത്തൊരു പ്രോബ്ലം നോക്കാം. y " - y = 2x². അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം =0 എഴുതിയിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. എമ്മിൻ്റെ 2 വാല്യൂസ്, ഇവിടെ +1 -1 2 വാല്യൂസ് കിട്ടി. YC ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നോക്കുക, അവിടെ g(x) എന്താ, 2x². അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് പോവുക. 2x² എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഏത് പവർ വന്നാലും ഇതാണ് എടുക്കുക. ഒന്നല്ലല്ലോ, 2x² അല്ലേ ഉള്ളത്. ഞാൻ പറഞ്ഞു 2 കൂടെയുള്ള കോൺസ്റ്റൻറ്റ് നോക്കുക വേണ്ട, x² ആണ് വന്നതെങ്കിൽ. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയാം. ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം.
എക്സ് സ്ക്വയർ ആണ് വന്നതെങ്കിൽ കറസ്പോണ്ടിങ് വൈ പി നമ്മൾ എടുക്കുക K2 എക്സ് സ്ക്വയർ പ്ലസ് K1 എക്സ് പ്ലസ് K0 ആണ്. അതായത് ഇത് വെച്ചിട്ട് K2 എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ കുറഞ്ഞു വരിക K1 എക്സ് പ്ലസ് K0. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണെങ്കിൽ, ഞാൻ പറയുന്നതിൻ്റെ കൂടെയുള്ള നമ്പറെ നോക്കുക വേണ്ട, എക്സ് ക്യൂബ് ആണെങ്കിൽ നമ്മൾ K3 എക്സ് ക്യൂബ് പ്ലസ് K2 എക്സ് സ്ക്വയർ പ്ലസ് K1 എക്സ് പ്ലസ് K0 എന്നെടുക്കുക. ഇനി ജസ്റ്റ് എക്സ് മാത്രമേ വന്നുള്ളൂ. എക്സിൻ്റെ പവർ അപ്പോൾ എന്താ 1. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ അതിൻ്റെ വൈ പി എടുക്കുമ്പോൾ K1 എക്സ് പ്ലസ് K0 എന്ന് എഴുതുക. ഇനി ജസ്റ്റ് ഒന്നും വന്നില്ല, ഇവിടെ ജി ഓഫ് എക്സ് വന്ന് ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് 5 ആണെന്ന് വയ്ക്കുക. നമ്മളതിന് കറസ്പോണ്ടിങ് വൈ പി എടുക്കുക ജസ്റ്റ് K0 എന്ന് മാത്രമാണ്. അതായത് എക്സിൻ്റെ പവർ അവിടെ 0 ആണ് എന്നാണ് അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ജി ഓഫ് എക്സ് എക്സിൻ്റെ പവേഴ്സ് ആയിട്ട് വന്നാൽ ഇപ്രകാരമാണ് നമ്മൾ വൈ പി ചൂസ് ചെയ്യേണ്ടത്. 2 എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? വൈ പി എന്ന് പറയുന്നത് K2 എക്സ് സ്ക്വയർ പ്ലസ് K1 എക്സ് പ്ലസ് K0. ഇതിൻ്റെ കൂടെയുള്ള നമ്പറിനെ മൈൻഡ് ചെയ്യേ വേണ്ട. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൈ പി ഡാഷ് കണ്ടുപിടിക്കണം. വൈ പി ഡാഷ് എന്ന് പറയുമ്പോൾ K2 2 എക്സ് K1 വന്നു, വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. ഈ കണ്ടുപിടിച്ച സാധനങ്ങൾ കൊണ്ടുപോയത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. വൈ ഡബിൾ ഡാഷിൻ്റെ അവിടെ വൈ പി ഡബിൾ ഡാഷ്, ദെൻ മൈനസ് വൈ എന്ന് പറയുമ്പോൾ ആ മൈനസ് ഒക്കെ കഴിഞ്ഞൊരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ. നമ്മുടെ വൈ പി ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഒരു മിനിറ്റ്, വൈ പി ഡാഷ് അല്ല കേട്ടോ, വൈ ആണ്. വൈ ഡബിൾ ഡാഷിന് വൈ ഡാഷ് ഇല്ല, വൈ ആണ് നമ്മൾ എഴുതണേ. വൈ പി അവിടെ എഴുതി കൊടുക്കുക. മൈനസ് ഈ ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ ഈ മൈനസ് ഓരോന്നിലേക്കും വരും. അപ്പോൾ മൈനസ് K2 എക്സ് സ്ക്വയർ മൈനസ് K1 എക്സ് മൈനസ് K0 ആവും. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? 2 എക്സ് സ്ക്വയർ. ഇനി ഈ ഒരു പറയുന്ന സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. നമുക്കിതിലെ എല്ലാ കോൺസ്റ്റൻറ്റുകളെയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈ പി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ വൈ പി ഇവിടെ എടുത്തില്ലേ, അങ്ങനെ വൈസിൻ്റെ കൂടെ കൂട്ടി എഴുതിയാൽ പോരെയെന്ന്. പോരാ, അതിലുള്ള ഓരോ കോൺസ്റ്റൻറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ എടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യണത്. ഇനി ഇവിടെ നോക്കുക, ഇതിലിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്നും K0 K1 K2 എല്ലാം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാണ്? 2 ആണ്. ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള വാല്യൂവും റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള വാല്യൂവും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ എഴുതുക, ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടു ഇപ്പുറത്ത് മൈനസ് K2 ആണ് എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ളത്. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2വിനോട് ഈക്വൽ ആയി. പിന്നെ അവിടെ എക്സ് സ്ക്വയറിന് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് K2 ഈക്വൽ ടു 2 ആയിരിക്കും. ദാറ്റ് മീൻസ് K2 എന്തായിരിക്കും? -2 ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി വേറെ ഏത് ടേമാണുള്ളത്? ഇവിടെ എക്സ് ഉണ്ട്. എക്സിൻ്റെ കോയിഫിഷ്യൻസ് രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ കോയിഫിഷ്യൻസ് ലെഫ്റ്റ് സൈഡിൽ -K1 ആണ്, റൈറ്റ് സൈഡിൽ ആരുമില്ല. എക്സ് എന്നൊരു ടേമേ ഇല്ല. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആണ്. അതായത് നമുക്ക് -K1 = 0 വന്നു. K1ൻ്റെ വാല്യൂ എന്ത് വന്നു? 0 വന്നു. ഇനിയും നമുക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല. K2ഉം K1 കിട്ടില്ല, നമുക്ക് K0 കൂടി വേണം. രണ്ട് സൈഡിലെയും കോൺസ്റ്റൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ 2K2 കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വരാത്ത ടേം. 2K2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ -K0 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതായത് 2K2 -K0 ആണ് ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ്. റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ഉണ്ടോ? ഇല്ല, അവിടെ ആകെ എക്സ് സ്ക്വയറിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. സോ റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2K2 -K0 = 0 വന്നു. 2K2ൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -2 ആണ്. 2 × -2 -K0 = 0. -4 -K0 = 0. -4 അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ K0ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -4. ഒരു മിനിറ്റ്, കറക്റ്റാണ്. ഞാൻ +4 ആണോ എന്ന് വിചാരിച്ചു. അല്ല, K0 ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ K0ൻ്റെ വാല്യൂ നമുക്ക് എന്ത് വരും? -4 എന്ന് കിട്ടും. K0ൻ്റെ വാല്യൂ കിട്ടി, K1ൻ്റെ വാല്യൂ കിട്ടി, K2ൻ്റെ വാല്യൂ കിട്ടി. നമ്മുടെ വൈ പി എന്ന് പറഞ്ഞാൽ K2 എക്സ് സ്ക്വയർ പ്ലസ് K1 എക്സ് പ്ലസ് K0 ആയിരുന്നില്ലേ? K2നും K1നും K0നും ഒക്കെ വാല്യൂ ഉണ്ട്. K0 ഈ K1 0 ആയതുകൊണ്ട് ആ ടേം മൊത്തം 0 ആയിട്ട് പോകും. സോ ഇതാണ് നമ്മുടെ വൈ പി. വൈ സി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് എഴുതുക. പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വൈ പിയും കൂടി എഴുതുക. ഇതാണ് ജനറൽ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ജി ഓഫ് എക്സിന് അനുസരിച്ച് വൈ പി എടുക്കാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കണേ. ഇവിടെ എക്സിന് പകരം ടി എന്നുള്ള ഇതാണ് കേട്ടോ. അത് പേടിക്കൊന്നും വേണ്ട, എക്സിന് പകരം ടി ആണെന്നേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോൺ ഹോമോജീനിയസ് ആണല്ലോ. ആദ്യം തന്നെ ഇത് എഴുതുക. ഇതൊക്കെ ഞാൻ ഓടിച്ച് പറയാനുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു, എമ്മിൻ്റെ വാല്യൂസ് രണ്ടെണ്ണം കണ്ടുപിടിക്കണോ, വൈ സി എഴുതി വെക്കണോ. ഇനി 4t + e⁻³ 4t എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ എക്സിന് പകരമാണ് ടി കേട്ടോ. ടിയുടെ പവർ എന്താ? 1 ആണ്. അതായത് 4t എന്ന് പറയുമ്പോൾ 4നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ടി എന്ന് പറയുമ്പോൾ K1t + K0 ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പി വരിക. എക്സിന് പകരം ടി എടുത്തു എന്നേ ഉള്ളൂ. ദെൻ e⁻³ എന്ന് പറയുമ്പോൾ Ce⁻³ എന്നാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരിക? വൈ പി വരിക. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് ആയതും ഇതിന് കറസ്പോണ്ടിങ് ആയും എഴുതുക. ഇതാണ് നമ്മുടെ വൈ പി വരിക. ആ ടേബിൾ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് രണ്ടെണ്ണം ക്ലിയർ ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ട് ഓർമ്മ കിട്ടണമെന്ന് വിചാരിക്കുന്നു.
സോ ഈ ജി ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയത് K1t പ്ലസ് K0 പ്ലസ് C e⁻³ ആണ് വരിക. സോ നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം? K1 കണ്ടുപിടിക്കണം, K0 കണ്ടുപിടിക്കണം, C കണ്ടുപിടിക്കണം. നമ്മളിതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ കണ്ടുപിടിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഡെറിവേറ്റീവ്സ് കാണാൻ അറിയാമല്ലോ അല്ലേ? C e⁻³ എന്ന് പറയുമ്പോൾ e⁻³ ഡെറിവേറ്റീവ് e⁻³ × 3 ആണ്. K1ൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 0 ആയിട്ട് പോകും. ഇതിലേക്ക് പോകുമ്പോൾ 3 × 3 9 C e⁻³ ഒക്കെയാണ് വരിക. അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? ഇതിലിട്ട് കൊടുക്കുക, ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഈ -3y' എന്ന് പറയുമ്പോൾ y' ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -3 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യണം കേട്ടോ. -3 × K1 -3 × 3 -9 e⁻³ ഒക്കെ എക്സ്പാൻഡ് ചെയ്യുക. 2K 2y വരുമ്പോൾ 2K1t 2 × K0 2C e⁻³ എന്നൊക്കെ കൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് ബ്രാക്കറ്റൊക്കെ പൊളിച്ചെഴുതുക. റൈറ്റ് സൈഡിൽ 4t പ്ലസ് e⁻³. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഒരേപോലത്തെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് ഓഫ് e⁻³t. റൈറ്റ് സൈഡിൽ e⁻³യുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. ലെഫ്റ്റിലോ 9C ഉണ്ട്, പിന്നെ ഇവിടെ -9C ഉണ്ട്, പിന്നെ പ്ലസ് 2C ഉണ്ട്. 9C - 9C 0 ആയിട്ട് പോവും. 2C = 1. സിയുടെ വാല്യൂ എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് ഓഫ് ടി. രണ്ട് സൈഡിലും ടിയുടെ കൂടെയുള്ള ആൾക്കാർ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ റൈറ്റ് സൈഡിൽ അത് 4 ആണ്, ലെഫ്റ്റിൽ ടി വരുന്നത് ഏതാ ഉള്ളത്? 2K1t. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2K1 എന്ന് എഴുതി വയ്ക്കുക. കൂടെ പിന്നെ ടി എഴുതി വെക്കരുത്, പിന്നെ ടി എവിടേക്ക് പോകുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കും. അതുകൊണ്ട് ടിയുടെ കോയിഫിഷ്യൻസ് മാത്രമാണ് ഇക്വേറ്റ് ചെയ്യണേ. 2K1 = T മീൻസ് K1ൻ്റെ വാല്യൂ 4/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ K1 കിട്ടി, സിയും കിട്ടി. ഇനി നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യാം? ഞാൻ പറഞ്ഞു കോൺസ്റ്റൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യാം. ഇപ്പുറത്തെ കോൺസ്റ്റൻസും ഇപ്പുറത്തെ കോൺസ്റ്റൻറ്റ് ഇല്ല, ദാറ്റ് മീൻസ് 0 ആണ്. ഇവിടെ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ e⁻³ ടിയും ഒന്നും ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് -3K1 ഉണ്ട്, 2K0 ഉണ്ട്. അതായത് -3K1 പ്ലസ് 2K0. ഇപ്പുറത്ത് കോൺസ്റ്റൻറ്റ് ഇല്ലാത്തതുകൊണ്ട് 0. K1ൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ K0ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. K0 3, K1 2, C 1/2. YPയുടെ വാല്യൂ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. 2 YC ഓൾറെഡി നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി കൂട്ടി ജനറൽ സൊല്യൂഷൻ എഴുതുക. എളുപ്പമാണല്ലോ. ഈ ക്വസ്റ്റ് നോക്കുക. ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് അല്ല, ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ G of x. ആദ്യം ഇതിനെ ഈക്വൽ ടു 0 എഴുതി, ഓക്സിലറി ഇക്വേഷൻ എഴുതി, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, YC കണ്ടുപിടിച്ചു. അത് നമുക്ക് ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, കുറച്ച് വലിയ G of x ആണ് നമുക്കുള്ളത്. 12 e⁻⁵x. നമ്മൾ e⁻⁵x വരുമ്പോൾ അതിൻ്റെ YP എഴുതുമ്പോൾ C e⁻⁵x അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? C e⁻⁵x എഴുതി. പിന്നെയുള്ളത് 37 sin 5x. നമ്മുടെ ടേബിൾ നോക്കുക. 37 sin 5x എന്ന് പറയുമ്പോൾ അതേണ്ട ഈ സാധനം 37 ആണ് കോൺസ്റ്റൻറ്റ്. sin 5x ബീറ്റ എക്സിൻ്റെ അവിടെ 5x ആണുള്ളത്. അപ്പോൾ അത് കോസ് ആണെങ്കിലും സൈൻ ആണെങ്കിലും നമ്മൾ കറസ്പോണ്ടിങ് YP എടുക്കുന്നത് K cos ബീറ്റ എക്സ്. അപ്പോൾ കോസ് 5x അല്ലായിരുന്നു, sin 5x അല്ലായിരുന്നു. അപ്പോൾ K cos 5x പ്ലസ് M sin 5x ആണ് നമ്മൾ എടുക്കുക. അതേപോലെ Kയും M ഒക്കെ അതുപോലെ തന്നെ എടുക്കുക. കോൺസ്റ്റൻറ്റ് എന്തായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ 37 sin 5xൻ്റെ കറസ്പോണ്ടിങ് YP എടുക്കുക. K cos 5x പ്ലസ് M sin 5x എന്നാണ്. ഓക്കെ, ഇനി YP ഇപ്പോൾ ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ YPയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച YCയും ഒന്ന് നോക്കുക. ഇതിൽ കോമൺ ആയിട്ടൊരു സാധനം വരുന്നുണ്ട്, e⁻⁵x. C എന്തോ ആയിക്കോട്ടെ, ഇവിടെ നമുക്ക് C ആണ് എടുത്തേക്കുന്നത്, ഇവിടെ നമുക്ക് C1 ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്, നോക്കണ്ട. പക്ഷേ ഇവിടെ e⁻⁵x വരുന്നുണ്ട്. ഇവിടെ നമ്മളെടുത്ത YPയിലും എന്ത് വരുന്നുണ്ട്? e⁻⁵x വരുന്നുണ്ട്. ഇങ്ങനെ വരാൻ പാടില്ല. കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. YP നമ്മളൊന്ന് മാറ്റണം. അതായത് ഇത് ഈ ടേമും ഒന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇവിടെ e⁻⁵x ഓൾറെഡി YCയിൽ വന്നതുകൊണ്ട് ഈ ടേമിൻ്റെ കൂടെ നമ്മളൊരു എക്സ് ഇൻഡ്യൂ ചെയ്യും. അതിനെയാണ് മോഡിഫിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. അതായത് YP നമ്മൾ എഴുതുമ്പോൾ C x e⁻⁵x എന്ന് എഴുതും. ഓക്കെ, ബാക്കി ഇവിടെ ഒന്നും എക്സ് ഇൻഡ്യൂ ചെയ്യണില്ല കേട്ടോ. ഈ ഒരു ടേമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? എക്സ് അങ്ങോട്ട് ഇൻഡ്യൂ ചെയ്യും. ഓക്കെ, എക്സോ x² x³ എന്ത് വേണേൽ ഇൻഡ്യൂ ചെയ്യാം. എക്സ് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരും. ചിലയിടത്ത് എക്സ് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, YCയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ x² കൊണ്ട് ഇൻഡ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. അതായത് നമ്മുടെ YP എന്ന് പറയുന്നത് C x e⁻⁵x, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു വ്യത്യാസം ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? YP ഡാഷ്. ഞാൻ ഈ YP ഡാഷ് YP ഡബിൾ ഡാഷ് ഒക്കെ വേഗം ഓടിച്ച് പറയുന്നുണ്ടെങ്കിലും നിങ്ങളത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇത്രയൊക്കെ പ്രോബ്ലം ചെയ്ത് പരിചയം ഉണ്ടായിട്ടും ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് വൈറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ തെറ്റാറുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. എക്സാമിൻ്റെ ടെൻഷനും കൂടി ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കും. വളരെ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിക്കാൻ. കാരണം YPയുടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ കണ്ട C എടുത്തു, x e⁻⁵ ഡെറിവേറ്റീവ് കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്. ഇത്രയും തന്നെ വന്നു ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ്. K cos 5x K -5K sin 5x ഇൻറ്റു കണ്ട 5 ഇല്ല, ഇതിൻ്റെ 5 ഉണ്ടല്ലോ.
അല്ല സോറി ആ 5 ആണ് ആദ്യം എഴുതിയത്, ഞാൻ മറന്നുപോയി. -5k sin 5x ഇൻറ്റു 5x ആണ്, ഇൻറ്റു 5 എന്നാണ് ആദ്യം എഴുതിയത്. അതുപോലെ m sin 5xൻ്റെ 5m cos 5x cos 5x ഇൻറ്റു 5 ആണ്, ആ 5 ആദ്യം കൊണ്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. YP ഡാഷ് കിട്ടി. ഇനി എന്താ YP ഡബിൾ ഡാഷ്. അപ്പോൾ നോക്കി ഇവിടെ പിന്നെയും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ 5 പുറത്തേക്ക് എടുത്തിട്ട് x e5xൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇവിടെ e5xൻ്റെ ഡെറിവേറ്റീവ് e5x തന്നെ. ഇവിടെ ഏതൊരു 5 e5xൻ്റെ ഡെറിവേറ്റീവ് e5x ഇൻറ്റു 5. ഓക്കെ, അത് എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. ഇവിടെ sin 5xൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ cos 5x ഇൻറ്റു 5 വരും. ആ 2 5 കൂടി ഇൻറ്റു ചെയ്തിട്ടാണ് ഇവിടെ 25 വന്നത്. അതുപോലെ തന്നെ ഇവിടെയും 25 കേട്ടോ. ഇതിനെ ഒന്ന് ബ്രാക്കറ്റൊക്കെ കളഞ്ഞ് എഴുതുമ്പോൾ ആദ്യം ഈ 5നെ ഉള്ളിലേക്കിട്ട് ഇൻറ്റു ചെയ്യണം, പിന്നെ ഈ സീനെ ഉള്ളിലേക്കിട്ട് ഇൻറ്റു ചെയ്യണം. തെറ്റാണ്ട് ചെയ്യണം, എനിക്ക് തന്നെ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് YP ഡാഷ് ആയിട്ട് വരിക. അപ്പോൾ YP ഡബിൾ ഡാഷ് വരിക. YP ഡബിൾ ഡാഷ് കിട്ടി, YP ഡാഷ് കിട്ടി. ഇനി നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എഴുതുക. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണം, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരില്ല. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതായിരുന്നു. ഇതിൽ കൊണ്ടുപോയി Y ഡബിൾ ഡാഷും Y ഡാഷും Yയും ഒക്കെ ഇട്ട് കൊടുത്തു, ബ്രാക്കറ്റൊക്കെ പൊളിച്ചെഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ g(x) എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണോ, രണ്ട് സൈഡിലും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. e5xൻ്റെ കോഎഫിഷ്യൻ്റ് റൈറ്റ് സൈഡിൽ 12 ആണ്, ലെഫ്റ്റിൽ നോക്കുമ്പോൾ e5xന് അവിടെ കുറേ വെട്ടി പോയിട്ട് കേട്ടോ. 25ck e5xും 25cx e5x വേറെ എവിടെയെങ്കിലും ഉണ്ടോ, എന്തൊക്കെയോ വെട്ടി പോകുന്നുണ്ട് അല്ലേ, പ്രത്യേകിച്ചൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. വാട്ട് എവർ, e5xൻ്റെ റൈറ്റ് സൈഡിൽ 12 ആണുള്ളത്. ഇവിടെ e5x മാത്രം നോക്കാം കേട്ടോ, e5x അല്ല നോക്കേണ്ടത്. ഇതുണ്ടോ, ഇത് e5xൻ്റെ കൂടെ ആരാ വരണേ, 10c. പിന്നെ e5x മാത്രം വരുന്നത് എവിടെയാണ്, ഇവിടെ e5x എടുക്കരുത്. പിന്നെ e5x ഇവിടെ +2c ഉണ്ട്. പിന്നെ e5x വരണത് മാത്രം വരുന്നില്ല, ഇത് e5x ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതി. 12c ഈസ് ഈക്വൽ ടു 12, ദാറ്റ് c എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. അടുത്തത് നമ്മൾ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് sin 5x നോക്കുക. sin 5xൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ 37 ആണുള്ളത്. ഇവിടെ sin 5xൻ്റെ ഡെറിവേറ്റീവ് വരണത് -k ഉണ്ട്. പിന്നെ sin 5xൻ്റെ വരണത് -35m ഉണ്ട്. പിന്നെ ഇവിടെ വേറെ എവിടെ വരുന്നുണ്ടല്ലോ, -k ഉണ്ട്, -35m ഉണ്ട്, ഒരു 10k വരുന്നുണ്ടല്ലോ. ആ 10 അവിടെ ഞാൻ വൈകുന്നേരം വായിച്ചപ്പോൾ എഴുതാൻ മറന്നു പോയതാണ്. ഒരു -10k sin 5x വരുന്നുണ്ട്. അപ്പോൾ -10k ദെൻ -35 ഇവിടെ ഉണ്ടോ, എവിടെ -35m sin x വരും. അപ്പോൾ -35m sin 5x ഒടുകുള്ളത് മൊത്തം എഴുതണം. എമ്മും കെയും ഒക്കെ നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്, ഈക്വൽ ടു 37. ഇത് സോൾവ് ചെയ്യുമ്പോൾ -60m -10k ഈക്വൽ ടു 37. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കാം. ഇനി അടുത്തത് നമ്മൾ cos 5xൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിൽ cos 5x ഇല്ല, അതുകൊണ്ട് 0 ആണ്. ലെഫ്റ്റ് സൈഡിൽ cos 5x ഉണ്ടോ, ഇവിടെ ഒരു -25k വരുന്നുണ്ട്, -25k. പിന്നെ cos 5xൻ്റെ കൂടെ വരണത് ഇതാ ഒരു m, ഇവിടെയും ഒരു 10 ഇടാൻ മറന്നു പോയിട്ടുണ്ട്, 10, ഒരു 10m വരുന്നുണ്ട്, 10m. ദെൻ പിന്നെ cos 5xൻ്റെ കൂടെ വരുന്നത് ഇതേടാ -35k വരുന്നുണ്ട്, -35k. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും. -60k + 10m = 0 വരും. 10m = 60k വരും. ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ നമ്മൾ ഇൻ ടേംസ് ഓഫ് k ഒന്ന് കണ്ടുപിടിക്കും. 10 ഇങ്ങോട്ട് പോകുമ്പോൾ m = 6k എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് എമ്മിന് കറക്റ്റ് വാല്യൂ വരില്ല, പക്ഷേ ഇത് കൊണ്ടുപോയി എമ്മിൻ്റെ വാല്യൂ 6k എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിടും. അതായത് എമ്മിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, 6k എന്ന് കൊടുക്കും. അപ്പോൾ -60 × 6k -10k = 37. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് kയുടെ വാല്യൂ കിട്ടും, -0.1 എന്നാണ് വരിക. എമ്മിൻ്റെ വാല്യൂ 6 × k അല്ലേ, അപ്പോൾ kയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എമ്മിൻ്റെ വാല്യൂയും കിട്ടും, -0.6. സോ നമുക്ക് k കിട്ടി, m കിട്ടി, c ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. YP എഴുതുക, അതിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ജനറൽ സൊല്യൂഷൻ YCയും YPയും കൂടി കൂട്ടി ജനറൽ സൊല്യൂഷനും എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത ഇത് നോക്കുക. ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ YC വരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഒറ്റ വാല്യൂ വന്നിട്ടുള്ളൂ. നമ്മൾ 2 വാല്യൂ എടുത്തിട്ട് സെക്കൻഡ് കേസ് പ്രകാരം എഴുതുക. ഇവിടെ g(x) e(x) ആണ്. e(x)ൻ്റെ YC എന്ന് പറയുമ്പോൾ c e(x) തന്നെയാണ് വരിക. എക്സിൻ്റെ എന്ന് പറയുമ്പോൾ x⁻1 ആണ്, അതായത് k1x + k0. ഇനി നിങ്ങൾ ഈ YCയും YPയും ഒന്ന് നോക്കിയേ. ഇവിടെ c e(x) ഉണ്ട്, ഇവിടെ എന്തുണ്ട്, e(x) ഉണ്ട്. ബാക്കിയൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ x ഇൻഡു ചെയ്തു എന്ന് വിചാരിക്കുക, നേരത്തെ ചെയ്തതുപോലെ ഒരു x ഇൻഡു ചെയ്തു, c x e(x). പക്ഷേ അതും ഓൾറെഡി എവിടെയുണ്ട്, നമ്മുടെ YCയിലുണ്ട്. അപ്പോൾ x ഇൻഡു ചെയ്തതുകൊണ്ട് YP ശരിയാവില്ല. x² ഇൻഡു ചെയ്ത് നോക്കുക. ഇനി x² പ്രശ്നമാണെന്നെങ്കിൽ x³ ഇൻഡു ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഇവിടെ നമ്മൾ x² ആണ് ഈ ടേമിൻ്റെ കൂടെ ഇൻഡു ചെയ്യണത്. ഇവിടെ ബാക്കിയൊന്നും ചെയ്യേണ്ട. YP ഇതാണ് നമുക്ക് കിട്ടുക. ഇനി ആസ് യൂഷ്വൽ YP ഡാഷ് YP ഡബിൾ ഡാഷ് എല്ലാം സൂക്ഷ്മം നിരീക്ഷിച്ച് മെല്ലെ ചെയ്ത് നോക്കുക. ബ്രാക്കറ്റുകളൊന്നും തെറ്റരുത്, വാല്യൂസ് ഒന്നും മാറിപ്പോകരുത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇക്വേഷനിൽ ആ വാല്യൂസ് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ വെട്ടിക്കളയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നോക്കിയേ,
സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സും സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സും വെട്ടിക്കളയല്ല, അത് 2 സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ആവും. ഇതും -2 സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ആയിട്ട് വെട്ടിപ്പോവും. അതുപോലെ പ്ലസ് സി എക്സ് ഇ റേസ് ടു എക്സും -4 +4ഉം -4ഉം ഇത് രണ്ടും കൂടിയിട്ട് വെട്ടിപ്പോവും. ബാക്കി 2 സി ഇ റേസ് ടു എക്സ് ഉണ്ട്, വേറെ ഒന്നും വെട്ടിപ്പോവില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ ഇ റേസ് ടു എക്സിൻ്റെ കൂടെ വരുന്നത് 2c മാത്രമാണ്. 2c 1 = 1 ആവും, c = 1/2 കിട്ടും. അതുപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ 1 ആണ്, ഇവിടെ k1 മാത്രമേ ഉള്ളൂ, അപ്പോൾ k1ൻ്റെ വാല്യൂ 1 കിട്ടി. ദെൻ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ k0 -2k1ഉം k0 ഉണ്ട് കേട്ടോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ ആരുമില്ല, 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് k0ൻ്റെ വാല്യൂ കിട്ടും. എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ YPയിൽ ഇട്ട് കൊടുക്കുക, ജനറൽ സൊല്യൂഷൻ എഴുതുക. ക്ലിയർ? അടുത്തത് y" + 4y = 3 cos 2t. ഓക്കെ, 3 cos 2t നമുക്ക് പ്രശ്നമൊന്നുമില്ല. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ജനറൽ സൊല്യൂഷൻ YC എഴുതി. g(x) 3 cos 2t ആണ്, k cos 2t + m sin 2t. പക്ഷെ നോക്കൂ, YPയിലും വന്നു YCയിലും cos 2t എന്നുള്ള ടേമും sin 2t എന്നുള്ള ടേമും രണ്ടിടത്തും കോമൺ ആയി വരുന്നുണ്ട്. ഇവിടെ x അല്ല, നമ്മുടെ t ആണ്, ഇവിടുത്തെ ടേം t ആണ്. ഇതിൻ്റെ കൂടെ എല്ലാം ഇൻഡു ചെയ്യുക, ഒരു t ഇൻഡു ചെയ്യുക YP ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ KT cos 2t വരും, MT ഇതിലും നമ്മൾ മാറ്റം വരുന്നത് കാരണം YCയിൽ അതുള്ളതുകൊണ്ട് MT sin 2t വരും. YP' ഒക്കെ വളരെ ശ്രദ്ധിച്ച് കാണുക. YP" കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ കെയുടെയും എമ്മിൻ്റെയൊക്കെ വാല്യൂ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും, എമ്മിൻ്റെ വാല്യൂം കെയുടെ വാല്യൂം കിട്ടും. YPയിൽ അത് ഇട്ട് കൊടുക്കുക. Y എന്ന് പറഞ്ഞാൽ YC + YP. ഞാൻ ഈ സ്റ്റെപ്പ് ഇതിനിടയത്തെ സ്റ്റെപ്പ് ഒന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഈ പ്രോബ്ലം ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ 4x ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 4xൻ്റെ x⁻1 വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു YP ചൂസ് ചെയ്യുമ്പോൾ x⁻1 ആകുമ്പോൾ k1x + k0 ഉള്ളൂ. -5 ഒരു കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് വന്നാൽ ദാറ്റ് മീൻസ് k0 മാത്രം. പ്ലസ് 6x e raised to x എന്ന് പറയുമ്പോൾ x e raised to x നമ്മൾ ടേബിളിൽ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. എക്സിൻ്റെ പവറും ഇയുടെ പവറും ഒരുമിച്ച് വന്നാൽ നമ്മൾ ഇങ്ങനെയാണത് ചെയ്യുക. e raised to α(x) പിന്നെ എക്സിൻ്റെ പവർ എന്താണോ അത്രയും സാധനം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും. അതായത് ഇവിടെ e raised to 2x നമ്മൾ എഴുതിയിട്ട് e raised to 2x എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ പവർ 1 ആണല്ലോ, അപ്പോൾ k1x + k0 വരും. ഇവിടെ അതിൻ്റെ കൂടെ വരുന്ന കോൺസ്റ്റൻറ്റുകളൊന്നും നമ്മളിതിൽ എടുക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എഴുതുന്നത് വേറെ കോൺസ്റ്റൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഇവിടെ കണ്ടോ, k0 + k0 ഇത് രണ്ടും കോൺസ്റ്റൻറ്റുകളാണ്. ഇതിന് നമുക്ക് ഒറ്റ k0 എന്ന് എഴുതിയാൽ മതി, രണ്ട് k0 ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. k1x + k0 + e raised to 2x ഇൻറ്റു k1x + k0. ഇവിടെയും നമ്മൾ ഇവിടെ യൂസ് ചെയ്ത കോൺസ്റ്റൻസ് തന്നെയാണ് യൂസ് ചെയ്തത്, അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ഒരേ കോൺസ്റ്റൻറ്റുകൾ, വേറെ എക്സും വൈ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് രണ്ടും കൂട്ടി നമ്മൾ ഒറ്റ k0 ആക്കി എഴുതിയത്. ഇവിടെ k0ഉം k1ഉം ഓൾറെഡി യൂസ് ചെയ്തതുകൊണ്ട് ഇതിന് നമ്മൾ k2 എന്ന് കൊടുക്കണം. k0ഉം k1ഉം യൂസ്, അപ്പോൾ ഇതിനെ k2x എന്നും ഇതിനെ നമുക്കൊരു k3 എന്നും കൊടുക്കാം. ഇത് k3 ഒറ്റയ്ക്കല്ല, ഈ k0 ഇതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ കൂടെ e raised to 2x ഉണ്ട്. അപ്പോൾ ഈ k0 നമ്മൾ k3 എന്ന് കൊടുക്കും. അതായത് നമ്മൾ എടുക്കുന്ന കോൺസ്റ്റൻറ്റുകളെല്ലാം ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ YC എഴുതിയത് നോക്കി ശ്രദ്ധിക്കുക. 4xൻ്റെ k1x + k0 എഴുതി, -5 ഒരു k0 എഴുതി. പക്ഷേ ഇത് രണ്ടും കൂടി ഒറ്റ k0 ആയിട്ട് എഴുതിയാൽ മതി, രണ്ടും വട്ടം കോൺസ്റ്റൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി ടേബിൾ നോക്കിയിട്ട് എഴുതി, അത് നോക്കി എഴുതുമ്പോൾ ഈ കോൺസ്റ്റൻറ്റുകളൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ YP എഴുതിയിട്ടുണ്ട് കേട്ടോ, k1x + k0 e raised to 2x × k2x + k3. ഓക്കെ, ഇനി YP' ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. YP' YP" ഒക്കെ കാണുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തെടുത്തൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. ഇനി കൊണ്ടുപോയി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുക. ഈ വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം കേട്ടോ. 4k2 e raised to x ഇതുണ്ട്, ഇതും വെട്ടിപ്പോവും. 4k2 x e raised to x 3k2 x e raised to x 4k2 e raised to x ആണുള്ളത്. 2k2 e raised to x എന്തൊക്കെയോ വെട്ടിപ്പോകുന്നുണ്ട്. നോക്കിയാൽ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. വെട്ടിപ്പോകുന്നതൊക്കെ വെട്ടിപ്പോയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ കണ്ട നോക്കിയേ, റൈറ്റ് സൈഡിലുള്ളതിനനുസരിച്ചിട്ട് തന്നെ x e raised to 2x കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, ദെൻ കോൺസ്റ്റൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലുള്ള കോൺസ്റ്റൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എല്ലാം കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ YPയിൽ ഇട്ട് കൊടുക്കുക, YCയും YPയും കൂട്ടി എഴുതുക, ഫൈനൽ ആൻസർ എഴുതുക. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം 10 e raised to x sin x. e raised to x sin x വരുമ്പോൾ ഇതുണ്ട്, ടേബിൾ ഇതാണ് കേട്ടോ വരുന്നത്. കോൺസ്റ്റൻറ്റ് എന്തായാലും നോക്കണ്ട. e raised to x sin x എന്ന് പറയുമ്പോൾ e raised to x പുറത്ത് എഴുതുക, ബാക്കി k cos βx. ഇപ്പോൾ sin x എത്രയും നമുക്ക് വന്നത് കോസ് അല്ല sin x ആണ് വന്നത്. അപ്പോൾ ജസ്റ്റ് e raised to x × k sin x k cos x + m sin x എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അതാണ് നമ്മുടെ YP വരെ, k cos x + m sin x. k m എല്ലാം ക്യാപിറ്റലാണ് കേട്ടോ. ഇത് ഉള്ളിക്കിട്ട് ഇൻഡു ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് റൂൾ YP' ഒക്കെ കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മൈനസും പ്ലസ് ഒക്കെ ശ്രദ്ധിക്കുക. YP" കാണാം. ഇതിന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ അല്ലേ YC. ദെൻ YP" ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക.
ഇ റേസ് ടു എക്സ് സൈൻ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് മാത്രം, ഇവിടെ ഇ റേസ് ടു എക്സ് വേറെ സൈൻ എക്സ് വേറെ ഒന്നുമല്ല, കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് സൈൻ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് റൈറ്റ് സൈഡിൽ 10 ആണ്, ലെഫ്റ്റ് സൈഡിൽ അതുപോലെ ഇ റേസ് ടു എക്സ് സൈൻ എക്സിൻ്റെ കോയിഫിഷ്യൻസ് എടുത്തിട്ട് എഴുതുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ട എം ആദ്യത്തെ ഇക്വേഷനിൽ എമ്മും കെയും കൂടിയിട്ട് ഒരുമിച്ചായിട്ട്, രണ്ടാമത്തേൽ നമ്മൾ ഇ റേസ് ടു എക്സ് കോസ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തത് 0 ആണ്, ലെഫ്റ്റിലത്തെയും കൂടി നോക്കുമ്പോൾ നമുക്ക് എമ്മിന് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇത് കൊണ്ടുപോയി ഇതിലിട്ട് കൊടുത്തിട്ട് കെയും എമ്മും ഒക്കെ കണ്ടുപിടിക്കുക. കെ എം എല്ലാം നമ്മളതിലിട്ട് കൊടുക്കുക, കെയുടെ വാല്യൂ കിട്ടി, എമ്മിൻ്റെ വാല്യൂ കിട്ടി, വൈ പിയിലിട്ട് കൊടുക്കുക, ജനറൽ സൊല്യൂഷൻ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ വരുന്ന കുറച്ച് വ്യത്യാസം ഒന്നും പറയാനില്ല. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്ര നേരം വൈ പിയിലെ കോൺസ്റ്റൻസ് എല്ലാം കണ്ടുപിടിച്ചു. വൈ സിയിൽ ഓൾറെഡിയുള്ള കോൺസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെയുള്ള പ്രോബ്ലംസിലൊക്കെ വൈ സിയിലുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ അങ്ങനെ തന്നെ എഴുതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി കണ്ടുപിടിക്കുന്നതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒരു എസ്സേ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ലെങ്തി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് എഴുതുന്നു, ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ വൈ സി കണ്ടുപിടിക്കും. അപ്പോൾ ഈ C1 ഉം C2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്തായാലും വൈ പി കൂടി കണ്ടുപിടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വൈ പിയിൽ ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈ പി എങ്ങനെ എഴുതുക, ഇത് ഇ റേസ് ടു 0.5x, സി ഇ റേസ് ടു 0.5x ആണ് ഇതിൻ്റെ വൈ പി. ഇത് 40 cos 4x വരുമ്പോൾ അതും 55 sin 4x വരുമ്പോൾ അത് രണ്ടും കൂടിയിട്ട് എഴുതുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വൈ പി വരുമ്പോൾ സി ഇ റേസ് ടു 0.5x ആണ് വരിക, പ്ലസ് 40 cos 4x എന്ന് പറയുമ്പോൾ നമ്മളവിടെ കെ കോസ് 4x പ്ലസ് എം സൈൻ 4x എന്നാണ് എഴുതിയിട്ടുള്ളത്. കോൺസ്റ്റൻറ്റ് എന്തായാലും നമുക്ക് പ്രശ്നമല്ല. അതുപോലെ അടുത്തത് ഇവിടെ കോൺസ്റ്റൻറ്റ് -55 ആണ്, അത് നമുക്ക് പ്രശ്നമല്ല. ഇവിടെയും നമ്മൾ കെ കോസ് 4x പ്ലസ് എം സൈൻ 4x എന്നാണ് എഴുതുക. പക്ഷേ ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് സി ഇ റേസ് ടു 0.5x പ്ലസ് കെ കോസ് 4x പ്ലസ് എം സൈൻ 4x ഒറ്റ തവണ എഴുതിയാൽ മതി. കാരണം ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് കെയും എമ്മും നമ്മൾ എടുക്കുന്ന കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒറ്റതായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വൈ പി വരിക. വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ ഇ റേസ് 0.5xൻ്റെ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുക, ഡെസിമൽ പോയിൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കോസ് 4xൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലാം ആസ് യൂഷ്വൽ നമ്മൾ കോൺസ്റ്റൻറ്റുകളെല്ലാം കണ്ടുപിടിച്ചു, വൈ പിയിൽ അത് ഇട്ട് കൊടുത്തു, വൈ നമുക്ക് ഉത്തരം കിട്ടി. ഇതുവരെ ഓക്കെ. ഇനി നമ്മുടെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ നോക്കുക. വൈ ഓഫ് 0 = 0.2. അതായത് ഈ ഫൈനൽ ഇക്വേഷനിലിട്ട് നമ്മളവിടെ വൈ സി കണ്ടുപിടിച്ചിട്ടല്ല നമ്മളവിടെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണേ. ഫൈനൽ ആൻസർ വൈ വരെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെയാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 0.2 എന്നാണ് അർത്ഥം. നമ്മുടെ ഈ മൊത്തം ജനറൽ സൊല്യൂഷനിൽ കേട്ടോ വൈൻ്റെ വാല്യൂ 0.2 കൊടുക്കുക. ഇവിടെ വരുന്ന ഓരോ എക്സിനും നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ 0.2 ഇതുണ്ടോ, കോസ് 0 1 ആണ്, സൈൻ 0 0 ആയിട്ട് പോകും. ഇതിൽ നിന്നും C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി വൈ ഡാഷ് ഓഫ് 0 = 60.1, അതായത് വൈൻ്റെ അല്ല, നമ്മൾ ഈ വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. കുറച്ച് ലെങ്തിയാണ്. ഡെറിവേറ്റീവ് ജസ്റ്റ് കണ്ടുപിടിച്ചാണ്ട് വെച്ചാൽ മതി. പിന്നെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ബിക്കോസ് നമുക്ക് ഈ 0 എന്തായാലും എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ വൈ ഡാഷ് കണ്ടുപിടിച്ചതിന് ശേഷം വൈ ഡാഷ് ഓഫ് 0, വൈ ഡാഷിന് അല്ലെങ്കിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ ഡാഷിൻ്റെ വാല്യൂ 60.1 ആണ്. ഇവിടെ 60.1 ഇതിനുള്ള എക്സ് വരുന്നിടത്ത് എല്ലാം 0 കൊടുക്കുക. സൈൻ 0കളൊക്കെ പോയി നമുക്ക് C1ൻ്റെ വാല്യൂ ഓൾറെഡി മുന്നേ കണ്ടുപിടിച്ചതും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ C2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 20 കിട്ടും. സോ നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടോ നമ്മളിവിടെ കണ്ടുപിടിച്ച ജനറൽ സൊല്യൂഷനിൽ ഈ C1നും C2നും നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഈ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുക. അതാണ് സൊല്യൂഷൻ. വൈ എന്ന് പറയുന്നതിൻ്റെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അല്ലോ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ ഒറ്റ കോൺസ്റ്റൻറ്റും ഉണ്ടാവില്ല. ക്ലിയർ? ഇനി ഇത് വൈ ട്രിപ്പിൾ ഡാഷ് ആണ്. അതാണ് ഒരു വ്യത്യാസം. നമ്മളതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടിടത്തും കോമൺ ആയി എം സ്ക്വയറിൻ്റെ പുറത്തേക്ക് എടുക്കാം. എം സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ M+1 എഴുതുന്നത്. എം സ്ക്വയറിൻ്റെ വാല്യൂ 0 ആവാം, M+1ൻ്റെ വാല്യൂ 0 ആവാം. എം സ്ക്വയറിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ സ്ക്വയർ വരുമ്പോൾ 2 വാല്യൂസ് വരും. എമ്മിന് 2 വാല്യൂസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടി, 0 0. ഒരു വാല്യൂ എന്ന് പറയുന്നത് -1. അതായത് ഈ ഓക്സിലറി ഇക്വേഷൻ്റെ 3 വാല്യൂസ് 0യും 0യും -1 ആണ്. നമ്മൾ 2 വാല്യൂ ഒരുപോലെ ആകുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുക. അപ്പോൾ ഇത് എഴുതി നമുക്ക് വൈ സി എന്ന് പറയുന്നത് കിട്ടി. ഇനി നമ്മുടെ ജി ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയുള്ള വൈ പി ടേബിൾ നോക്കി എഴുതുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൈ പി ഡബിൾ ഡാഷും എല്ലാം കണ്ടുപിടിക്കുക. ഇനി ഇതെല്ലാം കൊണ്ടുപോയി നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ ഞാൻ കുറേ അടുത്ത് ഞാൻ വൈനർ യൂസ് ചെയ്യേണ്ട കാരണം എനിക്ക് തന്നെ തെറ്റി പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ വളരെ സൂക്ഷ്മം നിരീക്ഷിച്ച് ചെയ്യുക. ഇതിലിട്ട് കൊടുക്കുക. ഇവിടെ ട്രിപ്പിൾ ഡാഷ് വരെ കണ്ടുപിടിക്കണം. വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചാൽ പോരെ, ട്രിപ്പിൾ ഡാഷ് കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ ഇക്വേഷനിൽ അതുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇ റേസ് ടു എക്സിൻ്റെ കോസ് എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസും ഇ റേസ് ടു എക്സ് സൈൻ എക്സിൻ്റെ കോയിഫിഷ്യൻസും അതുപോലെ പിന്നെ ഇതെല്ലാം കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 കോൺസ്റ്റൻസ് എമ്മും എന്നും കിട്ടി. വൈ പിയിൽ നമ്മളപ്പോൾ ഇട്ടിരിക്കുന്ന വൈ പിയിൽ എമ്മും എന്നും ഇട്ട് കൊടുക്കുക. ആൻഡ് ജനറൽ സൊല്യൂഷൻ എഴുതാം.
ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഫോർത്ത് ഡെറിവേറ്റീവ് വരണവരോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ ഉണ്ടോ m⁴ പ്ലസ് m³ ഇവിടെ നമുക്ക് m³ പുറത്തേക്ക് എടുക്കാം. m+1 ആണ് ബാക്കി വരിക. ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് 0 ആവാം അല്ലെങ്കിൽ ഇത് 0 ആവാം. അപ്പോൾ m³ എന്ന് പറയുമ്പോൾ മൂന്നും എന്താണ് 0 ആണ്. എമ്മിൻ്റെ 3 വാല്യൂസ് അവിടെ നിന്ന് കിട്ടി. ഒരു വാല്യൂ m+1 0 എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ വാല്യൂ -1. ഇതാണ് 4 വാല്യൂസ് വരിക. അപ്പോൾ ഇത് മൂന്നും ഒരു വാല്യൂ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ YC എഴുതുമ്പോൾ C1 + C2x + C3x² × e⁻⁴x അങ്ങനെ എഴുതുക. ഈ പ്ലസ് C4 നാലാമത്തെ C4 ആയിട്ട് എടുക്കണം e⁻⁻⁴. അപ്പോൾ ഇതാണ് എന്ത് വരിക YC വരിക. g(x) നമ്മൾ ഇതാണ് നമ്മുടെ g(x) 1 വരുമ്പോൾ k0 വരും. പ്ലസ് ഈ മൈനസ് നിങ്ങൾ ഇത് എടുക്കുമ്പോൾ YP എടുക്കുമ്പോൾ ഒക്കെ പ്ലസ് ആയിട്ട് തന്നെ എടുത്താൽ മതി. മൈനസ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ പ്ലസ് x² e⁻⁻⁻ e⁻⁻⁻x x² ആയതുകൊണ്ട് k2x² + k1x + k0 വരും. ഇതാണ് YP വരിക. ഇത്രയും കോൺസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഡിറ്റർമിൻ ദ ഫോം ഓഫ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നേ പറഞ്ഞുള്ളൂ. അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ YP ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. നിങ്ങളോട് ഫുൾ ആൻസർ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ YPയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, ഫോർത്ത് ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയും ചോദിക്കാം. പർട്ടിക്കുലർ സൊല്യൂഷൻ ഇതുവരെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസിൽ വരുന്നത്. ഇത്രയും പ്രോബ്ലം ഞാൻ ചെയ്യാൻ കാരണം അതിൽ കുറേയൊക്കെ ഓടിച്ച് പറഞ്ഞു പോയി. നമുക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നേരമില്ല. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. ദ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അടുത്ത മെയിൻ ഹെഡിങ് ആണ് ദ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. നമ്മൾ ആദ്യം ഹോമോജീനിയസ് പഠിച്ചു. ഹോമോജീനിയസ് അല്ലാണ്ട് g(x) 0 അല്ലാണ്ട് വരുമ്പോൾ ഉള്ളത് ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ. ആ ടേബിളിൽ നമുക്ക് g(x) ഏത് രൂപത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ YP കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ടേബിളിൽ ഇല്ലാത്ത ടൈപ്പ് g(x) വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ദ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ പഠിക്കുന്നത്. ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള g(x) വെച്ച് നമുക്ക് ആ ടേബിളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ YP നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ YC കണ്ടുപിടിക്കുക. ഓക്സിലറി ഇക്വേഷൻ എഴുതി YC കണ്ടുപിടിക്കുക. YCയിൽ നിന്നും നമ്മൾ ഞാൻ വേണം പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. പ്രോബ്ലം പറഞ്ഞ തിയറി പറയുമ്പോൾ ശരിയാവുള്ളൂ. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y" + y = cosec x. ക്ലിയർ ആവുന്നുണ്ടോ? cosec x നമ്മുടെ ടേബിൾ ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് YP കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന YC കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് ചെയ്യുക. അതായത് ഇതിനെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ m² + 1 എഴുതി. എമ്മിൻ്റെ വാല്യൂസ് √(-1) എന്ന് പറഞ്ഞാൽ √-1 എന്ന് പറഞ്ഞാൽ i ± i ആണ് വരിക. അതായത് സൊല്യൂഷൻ എഴുതുമ്പോൾ ഇതാണ് നമ്മുടെ എന്ത് കിട്ടുക? YC കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് YP ഇവിടെ എടുക്കാനൊന്നുമില്ല. YC നമുക്ക് കിട്ടിയതിൽ നിന്നും ഈ കോൺസ്റ്റൻറ്റിനെ ഒഴിവാക്കിയിട്ട് ഇതിനെ നമ്മൾ y1 എന്നും ഇതിനെ നമ്മൾ y2 എന്നും പറഞ്ഞ് രണ്ട് ഫംഗ്ഷനായിട്ട് എടുക്കുന്നു. ഓക്കെ, നമ്മൾ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് YC കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ കോൺസ്റ്റൻറ്റിനെ മാറ്റി y1 cos x ആയിട്ട് എടുക്കുക, y2 sin x ആയിട്ട് എടുക്കാം. ഇനി ഈ രണ്ട് ഫംഗ്ഷൻ്റെയും റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോൺസ്കിയൻ ഓഫ് 2 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻസ് മുകളിൽ എഴുതുക, cos x ഉം sin x ഉം എഴുതാം. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് താഴെ എഴുതുക. cos x-ൻ്റെ -sin x ആണ്, sin x-ൻ്റെ cos x ആണ്. ഇത് എഴുതുക. ഈ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? cos x × cos x - sin x × -sin x. cos x × cos x cos² x -sin x × -sin x -sin² x. രണ്ട് മൈനസും ചേർന്ന് പ്ലസ് ആവും. ഇവിടെ മനസ്സിലായല്ലോ? ഇതിൻ്റെ ചെയ്യുമ്പോൾ മൈനസ്, ഓൾറെഡി അവിടെ ഒരു മൈനസും രണ്ടും കൂടി പ്ലസ് ആവും. cos² x + sin² x എന്താണ്? 1 ആണ്. ഈ ഐഡൻറ്റിറ്റി ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും റോൺസ്കിയൻ നമുക്ക് 1 ആയിട്ട് കിട്ടി. ഇനി YP എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് u1(x) y1(x) പ്ലസ് u2(x) × y2(x). ഇതാണ് നമ്മൾ എടുക്കുന്ന YP. ഓക്കെ, ഇങ്ങനെ. അപ്പം നമുക്ക് u1 എന്താ u2 എന്താണെന്ന് തോന്നും. u1(x) കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ -y2(x) × g(x) ബൈ റോൺസ്കിയൻ ഓഫ് y1 y2. ഇതാണ് u1(x) കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എന്താ y2(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x -sin x. g(x) എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റിൽ f(x) എന്നാണ്. ഇവിടെ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ cosec x ആണ് ഇവിടെ എഴുതുന്നത്, cosec x. ദെൻ ബൈ റോൺസ്കിയൻ നമുക്ക് എത്ര കിട്ടിയത്? 1. അത് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോൺസ്കിയൻ കണ്ടുപിടിക്കുന്നത്. 1 എഴുതി. മൈനസ് ഇവിടെ cosec x എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. sin x-ൻ്റെ റെസിപ്രോക്കലാണ് cosec x, അറിയാലോ. -sin x 1/sin x. 1 പിന്നെ അവിടെ ഇല്ല. ഈ sin x ഉം വെട്ടിപ്പോയി -1 dx എന്ന് വരും. ഇൻ്റഗ്രേഷൻ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല, ഒക്കെ വെട്ടിപ്പോക്കോളും. ഓക്കെ,
മൈനസ് ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ എന്താണ് എക്സ്. അപ്പോൾ u1 ഓഫ് എക്സ് നമുക്ക് കിട്ടി മൈനസ് എക്സ്. ഇനി u2 ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല u2 ആകുമ്പോൾ ഇവിടെ y1 ആണ്, u1 ആകുമ്പോൾ ഇവിടെ y2 ആണ്, കൂടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ മൈനസ് ഇല്ല. ഇൻ്റഗ്രൽ y1 ഓഫ് എക്സ് ആസ് യൂഷ്വൽ g ഓഫ് എക്സ് ബൈ റോൺസ്കിയൻ. y1 ഓഫ് എക്സ് നമുക്ക് ഇവിടെ നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്, കോസ് എക്സ് ആയിരുന്നു. കോസ് എക്സ് g ഓഫ് എക്സ് കൊസീക് എക്സ് ബൈ 1. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വരും, കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ്. ഒരു ഫംഗ്ഷൻ താഴെയും അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലും വന്നാൽ ആ ഇൻ്റഗ്രൽ വാല്യൂ എന്താ വരിക, ലോഗ് ഓഫ് ദ ഫംഗ്ഷൻ എന്നാണ്. ഇൻ്റഗ്രൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലും ഫംഗ്ഷൻ താഴെയും വന്നാൽ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യൊന്നും വേണ്ടതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നാവും. അപ്പോൾ ഇവിടെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ള കോസ് എക്സ്. സോ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ, ലോഗ് ദാറ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് എന്നാണ് വരിക. അപ്പോൾ u2 ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടി, ലോഗ് സൈൻ എക്സ്. ഞാൻ പറഞ്ഞു yp എന്ന് പറഞ്ഞാൽ u1 y1 ഓഫ് എക്സ് പ്ലസ് u2 y2 ഓഫ് എക്സ് ആണ്. u1 നമ്മൾ എന്താ എഴുതാം, മൈനസ് എക്സ്, y1 ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് u2 ലോഗ് സൈൻ എക്സ് ആണ്, y2 ഓഫ് എക്സ് സൈൻ എക്സ്. ഇതാണ് നമ്മുടെ yc ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടും കൂടി കൂട്ടി എഴുതുക. ദിസ് ഈസ് ജനറൽ സൊല്യൂഷൻ ഓഫ് y. ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇവിടെ നമുക്ക് തരുന്നുണ്ട്, ഇവിടെ ജി ഓഫ് എക്സ് എന്താ, സൈൻ ഇ റേസ് ടു മൈൻ എക്സ്. നമ്മുടെ ടേബിളിൽ ഇല്ലാത്ത ആളാണ്. നമ്മൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതി, ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതിവിടെ, നമുക്ക് ഓൾറെഡി അറിയാവുന്നല്ലോ എന്ന് വെച്ചാൽ ഞാൻ എമ്മിൻ്റെ ഡയറക്റ്റ് വാല്യൂ എഴുതി വെച്ചേക്കാണ്. 1ഉം 2 ആണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് നോക്കിയേ, കോൺസ്റ്റൻറ്റ് എടുക്കാണ്ട് y1ഉം y2 എടുക്കുക. വൈസിയിലുള്ള രണ്ടാൾക്കാർ, ഇ റേസ് ടു എക്സ് ആണ് y1, ഇ റേസ് ടു എക്സ് ആണ് y2. റോൺസ്കിയൻ കണ്ടുപിടിക്കുക. ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും എഴുതി, ഡെറിവേറ്റീവ് എഴുതി ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് ചെയ്തപ്പോൾ നമുക്ക് ഇ റേസ് ടു 2 ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ്. നമുക്ക് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 ഇ റേസ് ടു എക്സ് വരുമ്പോൾ 2 ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 3x ആണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇയുടെ മുകളിൽ രണ്ടും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇ റേസ് ടു 3x. സോ റോൺസ്കിയൻ കിട്ടി. u1ൻ്റെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഫോർമുല ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇ റേസ് ടു 3x ഉണ്ട്, ഇവിടെ ഇ റേസ് ടു 2x ഉണ്ട്. അപ്പോൾ ഇ റേസ് ടു 2xും ഇവിടുത്തെ ഇ റേസ് ടു 2xും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഒരു ഇ റേസ് ടു എക്സ് ആണ് ഉണ്ടാവുക. സൈൻ ഇ റേസ് ടു മൈനസ് എക്സ് ഇ റേസ് ടു എക്സ്. ഈ ഇ റേസ് ടു എക്സ് എടുത്തിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ആവും. നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇ റേസ് ടു എക്സ് മുകളിലേക്ക് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് വരും. ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ റേസ് ടു മൈനസ് എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇ റേസ് ടു മൈനസ് എക്സിന് നമ്മൾ ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1 അതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിരിക്കും. അഥവാ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്ന് വരും. നമ്മൾ ഈ എക്സിലുള്ള സാധനത്തിനെ മൊത്തം ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സൈൻ ഇ റേസ് ടു മൈനസ് എക്സിന് പകരം ടി, സൈൻ ടി എന്ന് വരും. ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, മൈനസ് ഡി ടി ഇട്ടിട്ടുണ്ട്. അതിനെ മൈനസ് ഡി ടി എന്ന് കൊടുക്കുക. ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട്. ഈ മൈനസും കൂടി പ്ലസ് ആവും. ഇൻ്റഗ്രൽ സൈൻ ടി എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി ആണ്. ഇൻ്റഗ്രൽ സൈൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് കോസ് ടി എന്ന് വരും. നെഗറ്റീവ് കോസ്റ്റിയിൽ ടി മാറ്റി നമ്മുടെ ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ കൊടുക്കുക. ഇതാണ് നമ്മുടെ എന്ത് u1 എന്ന് പറയുന്നത്. ഇനി u2 കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ y1 ഇട്ട് കൊടുക്കുക. താഴെ റോൺസ്കിയനും ജി ഓഫ് എക്സ് ഒക്കെ എഴുതുക. ഇ റേസ് ടു എക്സ് മുകളിലേക്ക് എടുക്കുക. ഇ റേസ് ടു എക്സിനെ നമുക്ക് ഇ റേസ് ടു എക്സ് ഇവിടെ നോക്കുക. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഇ റേസ് ടു എക്സ് മുകളിലേക്ക് വരുന്നുണ്ട്, മൈനസ് ഇ റേസ് ടു എക്സ് ആവുന്നുണ്ട്. ഇ റേസ് ടു മൈനസ് 2x ആവുന്നത്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു പവർ വരുന്നത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഒരാൾ മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പവറിൽ നെഗറ്റീവ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് മുകളിലേക്ക് എത്തുമ്പോൾ ഇ റേസ് ടു മൈനസ് 2x ആവും. ബാക്കിയുള്ളത് സൈൻ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇ റേസ് ടു മൈനസ് 2xനെ നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. കാരണം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇ റേസ് ടു മൈനസ് 2x ആണ് വരിക. ഇനി നമ്മൾ ഇ റേസ് ടു മൈനസ് എക്സിന് എന്ത് കൊടുക്കണം, ടി എന്നുള്ളൊരു കൊടുക്കണോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്ന് വരും. ഇ റേസ് ടു മൈനസ് എക്സിന് സൈൻ ടി കൊടുക്കും. ഈ ഇ റേസ് ടു മൈനസ് എക്സിന് നമ്മൾ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് നമുക്ക് എന്താവും, മൈനസ് ഡി ടി ആവും. മൈനസ് പുറത്തേക്ക് എടുക്കുക. ദെൻ അതിനുശേഷം ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. പ്രൊഡക്റ്റ് റൂൾ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇൻ്റഗ്രേഷനിലെ പ്രൊഡക്റ്റ് റൂള് ഡെറിവേറ്റീവ്സിലെ പ്രൊഡക്റ്റ് റൂൾ മാറിപ്പോകരുത്. ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നാണ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ടിയും സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ടിയുമാണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ അവിടെ നോക്കുക, ഇവിടെ ഓൾറെഡി ഇൻ്റഗ്രൽ സൈൻ്റെ കോസ്റ്റിയാണ്. പിന്നെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, സൈനൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ദെൻ ടിക്ക് തിരിച്ച് ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് u1ഉം u2ഉം കിട്ടി. ഇനി കിട്ടിയ u1ഉം u2ഉം അതിലിട്ട് കൊടുക്കുക. y1 ഓഫ് എക്സും y2 ഓഫ് എക്സും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിലിട്ട് കൊടുക്കുക.
ഇതൊക്കെ ഉള്ളിലേക്ക് ഇട്ട് ഇൻഡു ചെയ്യുക. അപ്പോൾ അവിടെ ഇറേസ്റ്റ് മൈനസ് എക്സും ഇറേസ്റ്റ് 2x ഒക്കെ വരുമ്പോൾ 2x മൈനസ് എക്സ് ഇറേസ്റ്റ് എക്സ് തന്നെ ആവുന്നുണ്ട്. ഇതൊക്കെ ഇടുക. അതിൽ വെട്ടി ഇതും ഇറേസ്റ്റ് മൈനസ് ഇറേസ്റ്റ് എക്സ് കോസ് ഇറേസ്റ്റ് എക്സും ഇതും ഇറേസ്റ്റ് എക്സ് കോസ് ഇറേസ്റ്റ് എക്സ് മൈനസ് എക്സും രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനൽ ആൻസർ YP നമുക്ക് ഇതാണ് വരിക. Y എന്ന് പറഞ്ഞാൽ YC പ്ലസ് YP ആണ്. YC ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. YPയും കൂടി അതിൻ്റെ കൂടെ ഇടുക. ഇതിൻ്റെ തന്നെ സെക്കൻഡ് ഓർഡർ വരുന്ന അതല്ല വേറെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് യൂഷ്വൽ നമ്മളതുണ്ട് ഈ സാധനം നമ്മുടെ ടേബിളിലില്ലല്ലോ ഇല്ല. അപ്പോൾ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ച് ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ റോൺസ്കിയൻ U1 U2 ഇതൊക്കെ മൈൻഡിലേക്ക് വരണേ. നമ്മൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതി 2 വാല്യൂ സെയിം ആയിട്ടാണ് കിട്ടുക. നമുക്ക് ഇതാണ് നമ്മുടെ YC കിട്ടുക. e⁻x y1 x e⁻x y2. x e⁻xൻ്റെ ഇവിടെ റോൺസ്കിയൻ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ റോൺസ്കിയൻ കണ്ടുപിടിക്കുക. U1ൻ്റെ ഫോർമുലയിൽ -y2 g(x) ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം ഇവിടെ x⁻³ നമുക്ക് വേണമെങ്കിൽ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് x³ എന്നാവും. ഇവിടെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ x-ൻ്റെ പവർ 1ഉം x-ൻ്റെ പവർ -3 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ x⁻² വരും. e⁻²x ഇവിടുത്തെ 2 e⁻xകളും തമ്മിൽ e⁻2x രണ്ടും കൂടി വെട്ടിപ്പോവും. ഇതിനെ x⁻²ൻ്റെ ഇൻ്റഗ്രൽ അറിയാലോ. എക്സിൻ്റെ ഏത് പവർ വരും. ഇപ്പോൾ x⁻² ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ x⁻² + 1 / -2 + 1 ആണ്. അപ്പോൾ x⁻⁴ ആണെങ്കിൽ x⁻⁴ + 1 / -4 + 1. അപ്പോൾ x⁻7 ആണെങ്കിൽ x⁻7 + 1 / 7 + 1 ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ അറിയാലോ. അത് നമ്മൾ ഇൻ്റഗ്രൽ എഴുതി വെച്ചു. നമുക്ക് x⁻⁻1 അഥവാ 1/x ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം. രണ്ടും ഒരേ സാധനമാണ്. x മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പവർ ഇവിടെ 1 ആണല്ലോ. അത് -1 ആവണം. അത്രയേ ഉള്ളൂ. U1 കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ U2 കണ്ടുപിടിക്കുക. YP എന്താണെന്ന് വെച്ചാൽ അതുപോലെ എഴുതാം. U1x y1x ഇവിടെ കുറച്ചിലൊക്കെ വെട്ടി പോകുന്നൊക്കെ ഉണ്ട്. അതാണ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ രണ്ടിടത്തും e⁻x കോമൺ ഉണ്ട്. പുറത്തേക്ക് എടുത്തു. ഇവിടെ ഒരു x വെട്ടി പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു എക്സും വെട്ടി പോകുന്നുണ്ട്. e⁻x കോമൺ ആണ്. 1 - 1/2 1/2 ആണ്. അത് എങ്ങനെയാണ് YP വരിക? Y എന്ന് പറഞ്ഞാൽ YC + YP. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആസ് യൂഷ്വൽ ഇത് ഹോമോജീനിയസ് അല്ല. ഇപ്പുറത്തുള്ള സാധനം നമുക്ക് ടേബിളിലും ഇല്ല. പക്ഷേ y′-ൻ്റെയും y′ൻ്റെയും ഒക്കെ കൂടെ തന്നിരിക്കുന്ന സാധനം എന്താ? കോൺസ്റ്റൻറ്റുകളല്ല. x² ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ ദാറ്റ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ YC ഇതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ല. YC ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അതിൽ നിന്ന് y1 y2 എടുത്തിട്ട് YP എന്നൊക്കെ കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സാധനം YP കണ്ടുപിടിക്കണമെങ്കിൽ y′-ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൊത്തത്തിൽ നമ്മൾ x² കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുന്നുണ്ട്. ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ അവിടെ ഉണ്ടോ ഈ g(x)ലും വ്യത്യാസം വരും. ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത ഒരു പ്രോബ്ലത്തിലും നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം വരുന്ന 2 or 3 പ്രോബ്ലംസേ നമുക്കുള്ളൂ. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി YC നമുക്ക് തന്നിട്ടുണ്ട്. YCയിൽ നിന്നാണ് നമ്മൾ ബാക്കി YPയുടെ കാര്യങ്ങളൊക്കെ U1 U2 ഒക്കെ കണ്ടുപിടിക്കാറുള്ളത്. പക്ഷേ ഇവിടെ വേറൊരു വ്യത്യാസം. നമ്മളവിടെ g(x) ഒക്കെ എടുക്കുമല്ലോ U1 കണ്ടുപിടിക്കുമ്പോൾ. ഈ g(x)ന് ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നമുക്ക് ആദ്യം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y′-ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ ആദ്യമേ ഇതിൻ്റെ കൂടെയുള്ളത് ആരാണോ ഇതിൻ്റെ കൂടെ എന്താ x² x² കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ x⁻⁴ ഡിവൈഡഡ് ബൈ x² വരുമ്പോൾ x⁻⁴ ഡിവൈഡ് ബൈ x² എന്ന് പറഞ്ഞാൽ x² മുകളിലേക്ക് വരുമ്പോൾ x⁻² ആവും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ x⁻6 എന്ന് വരും. സോ g(x) x⁻6 ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. g(x) ഇവിടെ എന്താണ് 21 x⁻6 ആണ്. ഇത് മനസ്സിലാക്കുക. ദെൻ YC നമുക്ക് തന്നിട്ടുണ്ട്. x² ആണ് y1 x³ ആണ് y2. കോൺസ്റ്റന്റ് ഒഴികെയുള്ളത് എടുക്കുക. നമ്മളെടുത്തു റോൺസ്കിയൻ കണ്ടുപിടിച്ചു. ദെൻ U1 എടുക്കുമ്പോൾ -y2 ഈ g(x) ക്വസ്റ്റ്യനിലത്തെ എഴുതി വെക്കരുത്. നമ്മളിവിടെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ g(x). അത് തെറ്റിപ്പോകരുത് കേട്ടോ. ദെൻ ആസ് യൂഷ്വൽ നമ്മളിത് സിംപ്ലിഫൈ ഈ x⁻7 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിന് ബുദ്ധിമുട്ട് വരുന്നത് അതിനെ താഴത്തേക്ക് കൊണ്ടുപോയാൽ മതി. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളയാനൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ x³ x⁻⁴ ഒരു x ഒഴികെ ബാക്കിയെല്ലാം വെട്ടിപ്പോയി. ദെൻ ഒരു x താഴെ വന്നത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ x⁻1 ആവും. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ x⁻7 വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അറിയാലോ +1 / -7 + 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2 മൈനസും കൂടി കട്ടായി പോകുന്നുണ്ട്. 21/6 x⁻6 21/6 പറഞ്ഞാൽ 3 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7/2 എന്ന് വരും. x⁻6 ഇതാണ് U1 വരിക. അതുപോലെ U2 കണ്ടുപിടിക്കുക. YP എന്ന് പറഞ്ഞാൽ U1x y1x + U2x y2x നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അവിടെ x⁻⁻6 + 2 എന്ന് എഴുതുമ്പോൾ -4 വരും. ഇവിടെ -7 + 3 -4 വരും. ഇതാണ് നമ്മുടെ YP ജനറൽ സൊല്യൂഷൻ. YC തന്നതും YPയും കൂടി എഴുതി വയ്ക്കുക.
ഇനി തേർഡ് ഓർഡറിലുള്ള ഒരു മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് ചെയ്യാനുള്ള വന്നേക്കണേ. e⁻x വന്നാൽ നമ്മുടെ ടേബിളിൽ ഉണ്ടായിരുന്നു, പക്ഷേ e⁻x വന്നാൽ നമ്മുടെ ടേബിളിൽ ഇല്ല. സോ നമ്മൾ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കണം. ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് സോൾവ് ചെയ്ത് എമ്മിന് 3 വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാലോ. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരു വാല്യൂ കണ്ടുപിടിക്കുക, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി ഈ സാധനം കൊണ്ട് നമ്മളത് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതിൽ നിന്ന് എമ്മിൻ്റെ ബാക്കി 2 വാല്യൂസും കിട്ടും. അപ്പോൾ YC നമ്മൾ എഴുതുമ്പോൾ C1 e⁻x, C2 e⁻2x, C3 e⁻3x. നമുക്ക് 3 വാല്യൂ, അതായത് നമ്മൾ Y1 എടുക്കണം, Y2 എടുക്കണം, Y3 എടുക്കണം. റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ അറിയാലോ. റോൺസ്കിയൻ 3 എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനൻ്റ് എഴുതിയിട്ട് 3 എണ്ണം എഴുതുക. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക. ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി കണ്ടുപിടിക്കണം. 3 ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണം, അതും എഴുതുക. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ റോൺസ്കിൻ്റെ ഭാഗത്ത് ഇതിലാണ്. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും പൊത്തിപ്പിടിച്ച് ബാക്കിയുള്ള സാധനം ഡിറ്റർമിനൻ്റിൻ്റെ ഉള്ളിൽ എഴുതുക. പിന്നെ മൈനസ് ഇടുക, സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും പൊത്തിപ്പിടിച്ച് ബാക്കിയുള്ളത് ഡിറ്റർമിനൻ്റിൽ എഴുതുക. പ്ലസ് എഴുതുക, മൂന്നാമത്തെ ഫംഗ്ഷൻ എഴുതുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും പൊത്തിപ്പിടിച്ച് ബാക്കിയുള്ളത് എഴുതുക. ഈ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ്? ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്, e⁻2x e⁻3x കൂടി വരുമ്പോൾ e⁻5x വരും. അങ്ങനെ അപ്പോൾ അത് എഴുതുക. നമുക്ക് റോൺസ്കിയൻ ഇവിടെ കിട്ടും. ഇനിയുള്ള സ്റ്റെപ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതൊരിക്കലും ചോദിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ലെങ്തി ആയതുകൊണ്ട്. നമ്മൾ U1x U2x കാണുന്നതിന് മുന്നേ W1 W2 W3 പറഞ്ഞ് 3 റോൺസ്കിയൻസ് കണ്ടുപിടിക്കണം. W1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. അതായത് 1 ആണെന്നുണ്ടെങ്കിൽ 0 0 ഇവിടെ നമ്മൾ g(x) എഴുതുക. ബാക്കി ഇത് y2 y2 ഡാഷ് y2 ഡബിൾ ഡാഷ്, ഇത് y3 y3 ഡാഷ് y3 ഡബിൾ ഡാഷ് എഴുതുക. W2 ആണെങ്കിൽ ഇവിടെ 0 0 g(x) എന്ന് എഴുതുക. ഇത് y1 y1 ഡാഷ് y1 ഡബിൾ ഡാഷ്, ഇത് y3 ഡാഷ് y3 ഡബിൾ ഡാഷ് അങ്ങനെ എഴുതുക. അതുപോലെ W3 ആണെങ്കിൽ ഇവിടെ 0 0 g(x) എഴുതുക. ഈ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന ഫംഗ്ഷനാണ്. y2 y3 ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഇതാണ് W1. അതുപോലെ ഇതാണ് W2, ഇതാണ് നമ്മുടെ W3. ഓക്കെ. ഇനി U1 ഡാഷ്, അതായത് ഇതിൻ്റെ U1 നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, കണ്ടുപിടിക്കാൻ എത്തിയിട്ടില്ല. U1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ W1/W ആണ്. W1 എന്ന് പറയുന്നത് e⁻4x ആണ്, W2 e⁻6x ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ e⁻4x ഇവിടുത്തെ e⁻4x പോയി ബാക്കി e⁻2x വരും. 1/2 e⁻2x വരും. ഇതാണ് U1 ഡാഷ് ഓഫ് എക്സ്. ഇതിൽ നിന്നും U1x കണ്ടുപിടിക്കാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/2 പുറത്തേക്ക് എടുക്കുക. 1/e⁻2x, e⁻2x മുകളിലേക്ക് വരുമ്പോൾ e⁻2x ആവും. e⁻2x ഇൻ്റഗ്രൽ എന്താ? e⁻2x/-2 ഇൻ്റഗ്രൽ ആകുമ്പോൾ by-2 വരും. ഈ 2 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ -e⁻2x/4 എന്ന് വരും. ഇതാണ് U1 ഓഫ് എക്സ്. ഇതുപോലെ U2 ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് W2/W ചെയ്യാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ U2x കിട്ടും. U3 ഡാഷ് ഓഫ് എക്സ് W3/W ചെയ്യുമ്പോൾ കിട്ടും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ U3 ഓഫ് എക്സ് കിട്ടും. ദെൻ YP പറഞ്ഞാൽ U1x Y1 ഓഫ് എക്സ്, U2 ഓഫ് എക്സ് Y2 ഓഫ് എക്സ് പ്ലസ് U3 ഓഫ് എക്സ് Y3 ഓഫ് എക്സ്. അതിൽ ഇട്ട് കൊടുക്കുക, നമുക്ക് YP കിട്ടും. YC ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അതും കൂട്ടി എഴുതുക. ഇതാണ് നമ്മുടെ Y എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് മുന്നത്തെ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എമ്മിന് നമുക്ക് 3 വാല്യൂസ് കിട്ടും. നമ്മളത് സൊല്യൂഷനായിട്ട് എഴുതുമ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടും. ആ 3 വാല്യൂസ് Y1 Y2 Y3 എടുത്ത് നമ്മൾ റോൺസ്കിയനും കണ്ടുപിടിച്ച് W1 W2 W3 എന്ന് പറഞ്ഞ ഫോർമുലയിട്ട് അതും കണ്ടുപിടിക്കണം. എന്നിട്ട് U1 ഡാഷ് കണ്ടുപിടിച്ചിട്ട് U1 U2 U3 എല്ലാം കണ്ടുപിടിക്കണം. കുറച്ച് ലെങ്തിയാണ്, ചോദിക്കില്ല എന്ന് വിചാരിക്കാം, പക്ഷേ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒൻപതാമത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളോട് ആദ്യമല്ല 9 വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞില്ലേ. 9 അല്ല, 9 കഴിഞ്ഞ് 10 കൂടി ഉണ്ട്. 9ാമത്തെ മെയിൻ ഹെഡിങ് ആണ് ദ കോഷി ഓയിലർ ഇക്വേഷൻസ്. അതായത് കോഷി ഓയിലർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. AN(x⁻n dny/dx⁻n, AN-1 x⁻n-1 dn-1y/dx. അതായത് ഇങ്ങനെ പോയിട്ട് A1x dy/dx പ്ലസ് A0y = g ഓഫ് എക്സ്. ഇതിൻ്റെ ഈ ഫോർമാറ്റിൽ A1 AN A1 A2 A3 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻറ്റുകളാണ്. ഇതിൻ്റെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ എക്സിൻ്റെ പവേഴ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ സാധനത്തിനെയാണ് നമ്മൾ കോഷി ഓയിലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ x³ ഇപ്പോൾ 3x³ y⁻# പ്ലസ് 2x² y⁻# പ്ലസ് 3xy'
പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എക്സ് സ്ക്വയർ എന്തെങ്കിലും ആവാം. നോക്കിയേ, വൈ ട്രിപ്പിൾ ഡാഷിൻ്റെ കൂടെ എക്സ് ക്യൂബ് ഇൻറ്റു ചെയ്തേക്കണു, വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് സ്ക്വയർ ഇൻറ്റു ചെയ്തേക്കണു, വൈ ഡാഷിൻ്റെ കൂടെ എക്സ് ഇൻറ്റു ചെയ്തേക്കണു, വൈ അങ്ങനെ തന്നെ വൈൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ, എക്സ് ഒന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിനെയാണ് കോഷി ഓയിലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യുമെന്നാണ് ഇവിടെ. അപ്പോൾ നമുക്ക് നോക്കിയേ, എക്സ് നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഒരു പ്രോബ്ലം മാത്രമാണ് ഇങ്ങനെ വൈ ഡബിൾ ഡാഷിൻ്റെയും വൈ ട്രിപ്പിൾ ഡാഷിൻ്റെയും കൂടെ എക്സ് വരുന്ന ചെയ്തുള്ളൂ. അതിനാണെങ്കിൽ വൈ സി ഓൾറെഡി നമുക്ക് തന്നു, നമ്മൾ ഈ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്ററിലാണ് അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടത്. ഇനി ഇങ്ങനത്തെ എങ്ങനെയാണ് സോൾവ്, ഇതിന് പറയുന്ന പേരാണ് കോഷി ഓയിലർ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ജി ഓഫ് എക്സ് 0 ആണെങ്കിൽ അത് ഹോമോജീനിയസ് കോഷി ഓയിലർ ഇക്വേഷനും, നോൺ 0 ആണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ഓയിലർ ഇക്വേഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എക്സിന് ഇ റേസ് ടു സെഡ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ആൻഡ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്, ഞാൻ പറഞ്ഞു ഇതിൽ എക്സ് ഡി വൈ ബൈ ഇതാണ് എക്സ് വൈ ഡാഷ് എന്നുള്ളൊരു ടേം നമുക്ക് ഇക്വേഷനിൽ വരും. അതിനെ നമ്മൾ ഡി വൈ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കറിയാം ഡി വൈ, ഈ ഡി എന്ന് പറയുന്ന സാധനം, ഡി എന്ന് പറയുന്നത് ഡി ബൈ ഡി സെഡിനെ നമ്മൾ ഡി എന്ന് കൊടുക്കുന്നത്, ഡി ബൈ ഡി സെഡിനെ ഡി എന്ന് കൊടുക്കും. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ഡി സെഡ് സ്ക്വയറിന് നമ്മൾ ഡി സ്ക്വയർ എന്ന് കൊടുക്കും. അങ്ങനെയാണ് ഡി. ഞാനിപ്പോൾ ഇത് മെത്തേഡ് പറയണമെന്നേ ഉള്ളൂ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഓരോ എക്സ് വരുന്ന സാധനങ്ങളിൽ നമ്മൾ മാറ്റും. എക്സ് വൈ ഡാഷിന് അല്ലെങ്കിൽ എക്സ് ഡി വൈ ബൈ ഡി എക്സിനെ ഡി വൈ എന്ന് എഴുതും. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ എന്ന് എഴുതും. എക്സ് ക്യൂബ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബിനെ ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 2, ഇവിടെ ക്യൂബ് ആണെങ്കിൽ ഡി മൈനസ് 2 വരെ. അങ്ങനെ എക്സ് പവർ എൻ ഡി എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ ആണ്. ഡി ഇൻറ്റു ഡി മൈനസ് 1 ഡി മൈനസ് 2, എന്നിനെ തൊട്ട് താഴെയുള്ളത് വരെ നമ്മൾ ഡി ഇങ്ങനെ എടുക്കും, വൈ എടുക്കും. അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി സെഡ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ്. ഇത് മാത്രം ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇതും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ്, കണ്ടോ നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഇതുവരെ ചെയ്തതിലും നമ്മൾ ചെയ്ത ഒരു മെത്തേഡിലും ആ ടേബിൾ വെച്ച് ചെയ്തതിലും അതിന് മുന്നേ ചെയ്ത ഹോമോജീനിയസിലൊന്നിലും ഈ വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് വരുന്ന ടൈപ്പ് ഇല്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, വൈ സി അതിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെയൊക്കെ മാറ്റിയാണ്, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ എന്ന് കൊടുക്കാം. നോക്കൂ, എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ. 4 മൈനസ് 4 എക്സ് വൈ ഡാഷിന് പകരം നമ്മൾ എന്ത് കൊടുക്കണോ, ഡി വൈ എന്ന് കൊടുക്കണോ. പ്ലസ് 6y അങ്ങനെ തന്നെ എഴുതണോ, ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതണോ. ഞാൻ പറഞ്ഞോ, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും നമ്മൾ മാറ്റം വരുത്തുന്നത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഇതിൽ നിന്ന് വൈ പുറത്തേക്ക് എടുത്താൽ ഡി ഇൻറ്റു ഡി മൈനസ് 1 മൈനസ് 4d പ്ലസ് 6 എന്ന് വരും. വൈ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഡി ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ ഡി സ്ക്വയർ മൈനസ് ഡി മൈനസ് 4d പ്ലസ് 6 വരും. ഡി സ്ക്വയർ മൈനസ് ഡി മൈനസ് 4d മൈനസ് 5d വരും. പ്ലസ് 6 വൈ ഈക്വൾ ടു 0. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയി ഓക്സിലറി ഇക്വേഷൻ എഴുതുക. അതായത് വേറൊന്നുമില്ല, ഇതിൽ ഡി മാറ്റി അങ്ങോട്ട് എം ആക്കി എഴുതുക. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ, എമ്മിനെ നമുക്ക് 2 വാല്യൂസ് കിട്ടും. കറസ്പോണ്ടിങ് സൊല്യൂഷൻ എഴുതുമ്പോൾ ഇവിടെ മാത്രം ഒരു വ്യത്യാസമുണ്ട്. കോഷി ഓയിലർ ഇക്വേഷനിൽ മാത്രമാണ് ഇങ്ങനെ എക്സിന് പകരം നമ്മളിവിടെ സെഡ് ആണ് എഴുതുക. ഇ റേസ് ടു 3x എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും, സെഡ് എന്ന് എഴുതും. അപ്പോൾ ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സിനാണ് ഇ റേസ് ടു സെഡ് എന്ന് എടുത്തിട്ടുള്ളത്. ഇ റേസ് ടു 3z എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ്, ഇ റേസ് ടു സെഡ്, ഇ റേസ് ടു 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത് ഇ റേസ് ടു 3z. അപ്പോൾ നമ്മൾ ഇ റേസ് ടു സെഡിനെ നമ്മൾ എക്സിലേക്ക് മാറ്റുമ്പോൾ ഇതിനെ മാറ്റുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് എന്ന് വരും. ഇ റേസ് ടു 3z. ഇ റേസ് ടു 2z എന്താവും, എക്സ് സ്ക്വയർ ആവും. അപ്പോൾ വൈ ഈക്വൾ ടു നമ്മൾ എങ്ങനെ എഴുതാം, C1 എക്സ് ക്യൂബ് പ്ലസ് C2 എക്സ് സ്ക്വയർ എന്ന് എഴുതും. ഇതാണ് ഫൈനൽ ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്. ഇതിന് ഈ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഡി വെച്ചിട്ട് മാറ്റി എഴുതും. എക്സ് വൈ ഡാഷിനെയും എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിനെയും നമ്മൾ മാറ്റി എഴുതി. അതിൽ നിന്നും ഓക്സിലറി ഇക്വേഷൻ എഴുതും. സൊല്യൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ടേംസ് ഓഫ് സെഡ് ആണ് എഴുതുക. എന്നിട്ട് സെഡിൽ ഇ റേസ് ടു സെഡ് ആണ് എക്സ് എന്ന് നമുക്കറിയാം. ഇതിനെ നമ്മൾ മാറ്റി ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതുക. ഇതാണ് സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു വ്യത്യാസം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് ഹോമോജീനിയസ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അവിടെ നിർത്തിയത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പുറത്തെന്ന് പറയുന്നത് എന്താണ്, ഹോമോജീനിയസ് അല്ല, നോൺ സീറോ ആയിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്കിത് നമ്മുടെ ടേബിളിലുള്ള വാല്യൂ ആണ്. പക്ഷേ ആ മെത്തേഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ എന്ന് പറയുന്നത് വൈൻ്റെതിൻ്റെയൊന്നും കോൺസ്റ്റൻറ്റുകളല്ല. അതുകൊണ്ട് നമുക്ക് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് തന്നെ ഇവിടെ നമ്മൾ വൈ പി കണ്ടുപിടിക്കണം. വൈ സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ഇതിനിപ്പോൾ നമ്മൾ ചെയ്തതുപോലെ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിനെ ഡി ഇൻറ്റു ഡി മൈനസ് 1 എഴുതുക. എക്സ്
വൈ ഡാഷിന് ഡി വൈ എഴുതുക. ഇതിൽ നിന്നും നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ സി എഴുതുന്നു. ദെൻ വൈ പി നമ്മൾ അവിടെ കണ്ടുപിടിച്ച പോലെ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ അതുകൊണ്ട് ഹോമോജീനിയസ് അല്ലാത്തതുകൊണ്ട് വൈ പി കണ്ടുപിടിക്കാൻ ഇതിനെ വൈ വൺ എന്നും ഇതിനെ 1/x² വൈ ടു എന്നും എടുത്തു കഴിഞ്ഞാൽ റോൺസ്കിയൻ കണ്ടുപിടിക്കുക. റോൺസ്കിയൻ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യം കൂടി നമ്മളവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വൈ ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് എക്സ് സ്ക്വയർ ആണ്, നമുക്ക് 1 ആക്കണം. ത്രൂ ഔട്ട് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് ഇപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ജി ഓഫ് എക്സ് എന്താവും? നമ്മുടെ 1 ആവും. ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 1 ആവും. ദെൻ u1 ഓഫ് എക്സ്, ഈ 1 ഇട്ടിട്ട് വേണം ജി ഓഫ് എക്സ് ഇട്ടിട്ട് u1 ഓഫ് എക്സും കണ്ടുപിടിക്കണം. അതുപോലെ അതിവിടെ നോക്കൂ, ഇവിടെ 1/x ഇൻ്റഗ്രലിലെ ലോഗ് എക്സ് വരുന്നുണ്ട്. ഇവിടെ x⁻² ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ x⁻²നെ മൈനസ് കളഞ്ഞ് താഴത്തേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ x⁻1നെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എക്സ് ആവും. അപ്പോൾ രണ്ടും കൂടി വെട്ടിപ്പോളതൊക്കെ വെട്ടിപ്പോക്കെ തെറ്റ്, അതായത് ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്കിതിനെ ഇൻറ്റഗ്രൽ 1/x⁻² താഴേക്ക് പോകുമ്പോൾ x² ആവും. x⁻1 മുകളിലേക്ക് വരുമ്പോൾ എക്സ് ആവും. x⁻1 x⁻1 ഈ എക്സും x² ഒക്കെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മൈനസ് അങ്ങോട്ടും കൂടെ താഴത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ 1/x എന്നാണ് വരിക. 1/4 പുറത്തേക്ക് വരും. ഇൻറ്റഗ്രൽ 1/x log x ആണ്. ഇതാണ് നമ്മുടെ u1x വരിക. അതുപോലെ തന്നെ നിങ്ങൾ u2x കണ്ടുപിടിക്കുക. വൈ പി എന്ന് പറഞ്ഞാൽ u1x × y1 ഓഫ് എക്സ് അതാണ്. അങ്ങനെ നമുക്ക് വൈ പി നമുക്ക് കിട്ടും. ജനറൽ സൊല്യൂഷൻ എഴുതി വയ്ക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിനെ വൈ ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഹോമോജീനിയസ് ആയതുകൊണ്ട് ഈ സ്റ്റെപ്പൊന്നും വേണ്ടി വന്നിരുന്നില്ല. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കുക. ഇവിടെയും നമുക്ക് നോൺ ഹോമോജീനിയസ് ആണ്. ഇതിനെ നമ്മൾ ആദ്യം വൈ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി ഉപയോഗിച്ചത് d × d−1 ആണ് വരിക. ഇത് d ആണ് വരിക. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഓക്സിലറി ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇത് എഴുതി. ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ നമ്മൾ ജനറൽ സൊല്യൂഷനായിട്ട് എഴുതുമ്പോഴേ, അതായത് വൈ സി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ e⁻z വെച്ചാണ് എഴുതേണ്ടത്. e⁻²z, പിന്നെ അതിനെ e⁻z(x) ആയതുകൊണ്ട് x² എന്നും ഇവിടെ ഈ 1/e⁻²z അതായത് 1/x² ആയിട്ട് മാറ്റി എഴുതിയത് ഞാനത് പറയാൻ വിട്ടുപോയതാണ്. കോഷി ഓയിലർ ഇക്വേഷനിൽ മാത്രമാണ് വൈ സി നമ്മൾ ഈ z ഉപയോഗിച്ച് എഴുതുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ e⁻z മാറ്റി എക്സ് ആക്കേണ്ട e⁻3z മാറ്റി x³ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈ സി. ദെൻ അതിൽ നിന്നും എക്സും x³ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടോ, വൈ ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് x² അത് മൊത്തം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ജി ഓഫ് എക്സ് കണ്ടോ മാറുന്നുണ്ട്. 2x² e⁻x ആവുന്നുണ്ട്. ദെൻ ഇവിടെ നിന്ന് y1 ഉം y2 നമ്മൾ കണ്ടുപിടിച്ചു. അതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. y1 x ഉം y2 x³ ആണ്. റോൺസ്കിയൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ u1 കണ്ടുപിടിക്കുക. ഇവിടെ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് x² e⁻x ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്തിട്ട് പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. u2x കണ്ടുപിടിക്കുക. വൈ പിയിൽ ഇട്ട് കൊടുക്കുക. വൈ സി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചത് വൈ സി പ്ലസ് വൈ പി ഇട്ട് കൊടുത്തപ്പോൾ വൈയും കിട്ടി. ഇനി ഇത് ക്യൂബിക്കാണ്, അതായത് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പക്ഷേ ഹോമോജീനിയസ് ആയതുകൊണ്ട് വൈ പി ഒന്നും കണ്ടുപിടിക്കേണ്ട. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ നോക്കൂ, x³ d³ y/dx³ ആകുമ്പോൾ d × d−1 × d−2 എഴുതണം. ഇവിടെ x² ആകുമ്പോൾ d × d−1 മതി. അത് നമ്മൾ അങ്ങനെ എഴുതുക. ഇതൊക്കെ ഓരോന്ന് ഉള്ളിക്കിട്ട് ഇൻഡു ചെയ്യുക. അപ്പോൾ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂബിക്കായിട്ട് വരും. കുറേ വെട്ടിപ്പോക്കെ ചെയ്യും കേട്ടോ. d³ + 1 എന്ന് വരും. അതിന് കറസ്പോണ്ടിങ് m³ + 1. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എമ്മിൻ്റെ 3 വാല്യൂസ് കണ്ടുപിടിക്കുക. ഇവിടെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു വാല്യൂ നമുക്ക് -1 ആണ് വരുന്നത്. ഇവിടെ പിന്നെ കോംപ്ലക്സ് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കിത് വരുമ്പോൾ ഓൾറെഡി ഇങ്ങനെ സൊല്യൂഷനായിട്ട് എഴുതാൻ അറിയാമല്ലോ. ഇവിടെ വൈ പി ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. വൈ സി മാത്രമേ കണ്ടുപിടിക്കുന്നു ഹോമോജീനിയസ് ആയതുകൊണ്ട്. ഇവിടെ നോക്കൂ, e⁻z - നമ്മളെല്ലാം സൊല്യൂഷൻ എഴുതുമ്പോൾ z വെച്ച് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ 1/2z e⁻α(z) c2 cos βz ഇവിടെയൊക്കെ z ആയിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ e⁻z/2 എഴുതുമ്പോൾ നമുക്കിതിനെ എക്സിലേക്ക് മാറ്റണമല്ലോ. അതായത് e⁻x ആണ് നമ്മുടെ e⁻z ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ e⁻z/2 എന്ന് പറയുമ്പോൾ e⁻z ഓൾ പവർ 1/2 അല്ലേ e⁻z/2 എന്ന് പറയുന്നത്. e⁻z-നെ എക്സ് കൊടുക്കുമ്പോൾ ഇത് x⁻1/2 എന്നാവും. അങ്ങനെയാണ് ഇവിടെ e⁻z/2 നമുക്ക് ഒരു മിനിറ്റ് അതൊന്നുമില്ല കേട്ടോ. അത് ഇവിടെ e⁻z(x) ആണെങ്കിൽ z എന്ന് പറയുന്നത് log x ആയിരിക്കില്ല. അത് വെച്ചാൽ ഞാൻ എഴുതിയേക്കണേ. നിങ്ങളൊന്നും ചോക്കണ്ട, ഇത്രയും ആലോചിച്ചാൽ മതി. e⁻z(x) ആണെങ്കിൽ e⁻z½ എന്ന് പറയുന്നത് x⁻½ ആയിരിക്കും. ഓക്കെ, അതങ്ങനെ മതി. ഈ സ്റ്റെപ്പൊന്നും വേണമെന്നില്ല, നേരിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് നമുക്ക് എന്ത് വരിക, വൈ വരിക. ഇവിടെ വൈ സി മാത്രമേ ഉള്ളൂ, വൈ പി ഇല്ല. ഓക്കെ, ലെറ്റ്സ് കം ടു ദ ലാസ്റ്റ് ടോപ്പിക്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അത്രയും പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ്. ലാസ്റ്റ് ടോപ്പിക്കാണ് ലീനിയർ മോഡൽസ്, അല്ലെങ്കിൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. നമുക്കിവിടെ ഒരൊറ്റ പ്രോബ്ലം ഞാൻ ചെയ്യുന്നുള്ളൂ.
ആ ഒരു പ്രോബ്ലം നമുക്ക് ചിലപ്പോൾ 5 മാർക്കിന്, അതല്ലെങ്കിൽ ഇത് മൊത്തത്തിലാണെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിനോ ചിലപ്പോൾ 10 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് ദ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ y ഈക്വൽ ടു 0, y ഓഫ് 0 ഈക്വൽ ടു 0, y ഓഫ് l ഈക്വൽ ടു 0. ബൗണ്ടറി വാല്യൂ 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ ഫങ്ഷൻസ്. യൂസിങ് ദിസ് ഷോ ദാറ്റ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലേ, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 10y ഈക്വൽ ടു 0, y of 0 equal to 0, y of pi is equal to 0, possess only the trivial solution. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇതുവരെ പഠിച്ച ടോപ്പിക്കിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇവിടെ അത് മാത്രമേ വരുന്നുള്ളൂ. y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ y is equal to 0. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ലാംഡ കണ്ടാൽ തന്നെ ഓർക്കുക, ലാംഡയ്ക്ക് 3 വാല്യൂ വരാം. ലാംഡ ഒന്നെങ്കിൽ 0 ആവാം, ലാംഡ 0നേക്കാൾ ചെറുതാവാം, ലാംഡ 0നേക്കാൾ വലുതാവാം. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ അങ്ങനെ ശ്രദ്ധിച്ചു പോവുക. 3 തരത്തിലാണ് ഇതിനെ നമ്മൾ ചെയ്യണത്. 3 കേസ് ചെയ്യുന്നുണ്ട്. ലാംഡ 0 ആവുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത്, ലാംഡ ലെസ് ദാൻ 0 ആകുമ്പോൾ, ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഒക്കെ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേസ് 1 ലാംഡ 0 ആകുമ്പോൾ, ലാംഡ 0 ആകുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വരും? y ഡബിൾ ഡാഷ് പ്ലസ് 0 ഈക്വൾ ടു 0. അതായത് y ഡബിൾ ഡാഷ് ഈക്വൾ ടു 0. അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ? m സ്ക്വയർ ഈക്വൾ ടു 0. ദാറ്റ് ഈസ് എമ്മിൻ്റെ 2 വാല്യൂവും 0. സൊല്യൂഷൻ എന്താണ് വരിക? c1 പ്ലസ് c2x e റേസ് ടു 0x, അഥവാ y ഈസ് ഈക്വൾ ടു c1 പ്ലസ് c2x ആണെന്ന് വരും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഈ 2 കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് y ഓഫ് 0 ഈക്വൾ ടു 0 എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയും 0 ആവണം. 0 ഈക്വൾ ടു c1 പ്ലസ് c2ന് 0 വരുമ്പോൾ c1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് വന്നു? 0 വന്നു. രണ്ടാമത്തെ കണ്ടീഷൻ y ഓഫ് l ഈക്വൾ ടു 0 കൊടുക്കുമ്പോൾ 0 ഈക്വൾ ടു c1 പ്ലസ് c2l. c1 ഓൾറെഡി 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. c2l 0 ആയിട്ട് കിട്ടും. l അല്ലെങ്കിൽ 0 അല്ല, അതുകൊണ്ട് c2ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. c1ഉം c2ഉം 0 ആണെന്ന് കിട്ടി. അതായത് ലാംഡ 0 ആവുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ c1ഉം c2ഉം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് y എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. നമ്മൾ 0 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനെങ്കിൽ നമ്മൾ അതിനെ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. അതായത് ലാംഡ 0 ആവുമ്പോൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? 0 ആണ്. ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുന്നത് ലാംഡയുടെ വാല്യൂ 0നേക്കാൾ ചെറുതാണെങ്കിൽ, അപ്പോൾ നമ്മൾ അതിന് ലാംഡയ്ക്ക് എടുക്കുന്ന വാല്യൂ ആണ് -a². a ഏതെങ്കിലും ഒരു നമ്പറാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായാലും മൈനസ് ഇടുമ്പോൾ അത് നെഗറ്റീവ് 0നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ലാംഡയ്ക്ക് -a² എന്ന് കൊടുക്കണം. നോക്കുക, ഈ പ്രൂഫ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. കേസ് 1 അങ്ങനെ എടുത്തു, കേസ് 2 ഇങ്ങനെ എടുത്തു. ഈ ഇക്വേഷനിൽ ലാംഡയുടെ, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ y ഈക്വൾ 0ൽ ലാംഡയുടെ സ്ഥാനത്ത് നമ്മൾ -a² ഇട്ട് കൊടുത്തു. അപ്പോൾ y ഡബിൾ ഡാഷിൻ്റെ വാല്യൂ അങ്ങോട്ട് പോകുമ്പോൾ a² വരും. y ഡബിൾ ഡാഷ് ഈക്വൾ ടു a² വരുമ്പോൾ നമ്മളിതിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ m സ്ക്വയർ ഈക്വൾ ടു a², അല്ലെങ്കിൽ എമ്മിൻ്റെ വാല്യൂ √(a²) പ്ലസ് ഓർ മൈനസ് a കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ വന്നത്. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് എന്ത് വരും? എയും -a ആണ് എമ്മിൻ്റെ വാല്യൂ വന്നത്. അപ്പോൾ y is equal to c1 e raised to ax പ്ലസ് c2 e raised to -ax വരും. ഇനി നമ്മുടെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൾ ടു 0 ചെയ്യുമ്പോൾ ഒക്കെ നമ്മളെല്ലാം സെയിം ആയിട്ട് ചെയ്യണം കേട്ടോ. ഈ കണ്ടീഷൻ തന്നെ എടുക്കുക, c1ഉം c2ഉം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ y-ന് 0 കൊടുക്കുക, എക്സിനും 0 കൊടുക്കുമ്പോൾ c1ൻ്റെ വാല്യൂ -c2ൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് വരും. നമുക്ക് ഒന്നും ഇവിടുന്ന് കിട്ടില്ല. c1 പ്ലസ് c2 ഈക്വൾ ടു 0, കാരണം e raised to 0 1 ആണ്. അപ്പോൾ c1 പ്ലസ് c2 ഈക്വൾ ടു 0 വരും, അല്ലെങ്കിൽ c1 ഈക്വൾ ടു -c2 വരും. രണ്ടാമത്തെ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ c1 -c2 e raised to al -c2 e raised to al പ്ലസ് c2 e raised to -al is equal to 0 വരും. c2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ, ഇവിടെ c1ന് പകരം -c2 കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പുറത്തേക്ക് എടുക്കുമ്പോൾ -e raised to al പ്ലസ് e raised to -al 0 വരും. ഈ സംഭവം ഒരിക്കലും 0 ആവില്ല, കാരണം എക്സ്പൊണൻഷ്യൽ ഒരിക്കലും 0 ആവില്ല. c2 അപ്പോൾ എന്തേ ആവുള്ളൂ? 0 ആവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ c2 0 ആവുകയാണെങ്കിൽ c1ഉം എന്താണ്? 0 ആവും. നമുക്ക് c1ഉം c2ഉം 0 വന്നു. അതിനർത്ഥം നമ്മുടെ സൊല്യൂഷനിൽ എന്ത് വരും? 0 വരും. ഇവിടെയും ലാംഡ ലെസ് ദാൻ 0 എടുക്കുമ്പോഴും നമുക്ക് y is equal to 0, ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനി ലാംഡ ഗ്രേറ്റർ ദാൻ 0 എടുക്കുമ്പോൾ, ലാംഡ എന്ന് പറയുന്ന വാല്യൂ 0നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ലാംഡയ്ക്ക് a² എന്ന് കൊടുത്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ m² ഈക്വൾ ടു -a² ആൻഡ് എമ്മിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ai എന്ന് വരും. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ മൈനസ് വരുമ്പോൾ അതിന് i എടുക്കും. a² റൂട്ട് a ആണല്ലോ.
ഇനി അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ സാധാരണത്തെ പോലെ ഇങ്ങനെ നമ്മൾ എഴുതും. y0 കൊടുക്കുമ്പോൾ sin 0 0 ആയിട്ട് പോകും, cos 0 1. അപ്പോൾ C1ൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. പക്ഷേ y(l) 0 എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ C1 cos AL sin C2 sin AL ഇതിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ അപ്പോൾ ഈ C1ൻ്റെ വാല്യൂ ഓൾറെഡി 0 കിട്ടുന്നതുകൊണ്ട് ഇത് 0 ആയി. C2 sin AL എന്ന് പറയുന്നത് 0 എന്ന് വരും. ഇതിൽ നിന്നും നമുക്ക് C2 0 ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം C2 വേണമെങ്കിൽ 0 ആവാം, sin ALും വേണമെങ്കിൽ 0 ആവാം. ഓക്കെ, നമുക്ക് വേണ്ടത് C1 കഴിഞ്ഞ 2 കേസിലും C1ഉം C2ഉം 0 ആയിട്ട് പോയി. പക്ഷേ ഇവിടെ C2 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ sin AL 0 ആവണമെങ്കിൽ AL എന്ന് പറയുന്നത് പൈൻ്റെ മൾട്ടിപ്പിൾ ആവണം. നമുക്കറിയാം സൈൻ n പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ പൈൻ്റെ കൂടെ ഏതായാലും ആയിക്കോട്ടെ, എന്നെ 0 തൊട്ടിട്ട് ഏത് പൈ വാല്യൂ നമ്മൾ എടുത്താലും അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ സൈൻ ഈ AL എന്ന് പറയുന്നത് പൈ ആയാലാണ് എന്ത് 0 ആവുക, സൈൻ AL എന്ന് പറയുന്നത് 0 ആകും. അപ്പോൾ നമുക്കിവിടെ 2 കണ്ടീഷനാണ്. ഒന്നെങ്കിൽ C2 0 ആവണം, അല്ലെങ്കിൽ സൈൻ AL 0 ആവണം. സൈൻ AL 0 ആണെങ്കിൽ AL എന്ന് പറയുന്നത് n പൈ ആവണം, അഥവാ A എന്ന് പറയുന്നത് n π/L ആവണം. അതായത് C2 0 ആണെങ്കിൽ നമ്മുടെ y 0 ആയിരിക്കും. ഇവിടെ ഈ ഒരു ഇതിൽ C2 0 ആവുകയാണെന്നുണ്ടെങ്കിൽ C2 കൂടി 0 ആയാൽ നമ്മുടെ സൊല്യൂഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താവും, 0 ആവും. പക്ഷേ C2 0 അല്ലെങ്കിൽ ദെൻ സൈൻ AL എന്താവണം, 0 ആണ്. ദാറ്റ് മീൻസ് A എന്ന് പറയുന്നത് n π/L ആവണം. A n π/L എന്ന് പറയുമ്പോൾ ലാംഡയാണ് നമ്മൾ A² ആയിട്ട് എടുത്തത്. അതായത് ലാംഡ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ n² π²/L² വരും. അതായത് ഈ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ ലാംഡ ഈക്വൽ ടു A² അഥവാ >0 വരുമ്പോൾ നമുക്ക് അതിന് കുറേ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതായത് മുന്നേ ഉള്ള 2 കേസുകളിലും വൈക്ക് 0 എന്നുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഉണ്ടോ വൈയിലെ C1ൻ്റെ പോർഷൻ 0 ആയിട്ട് പോയി, y = C2 sin AX അതുപോലെ തന്നെയുണ്ട്. അതായത് നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് y = C2 sin AX ആണ്. AX അല്ല, എന്തായിരുന്നു, AX. ഈ AX എന്നുള്ളിടത്ത് A ആണ് എന്ത്, n π/L. A എന്ന് പറയുന്നത് n π/L ആണ്. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. n-ന് 0 കൊടുത്താൽ ഒരു സൊല്യൂഷൻ കിട്ടും, n-ന് 1 കൊടുത്താൽ അടുത്ത സൊല്യൂഷൻ കിട്ടും, n-ന് 3 കൊടുത്താൽ അടുത്ത സൊല്യൂഷൻ. അങ്ങനെ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് എത്ര ലാംഡ >0 ആയാൽ കുറേ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ലാംഡ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഐഗൺ വാല്യൂ. കഴിഞ്ഞ 2 കേസിലും നമുക്ക് ലാംഡയുടെ വാല്യൂ കറക്റ്റ് കിട്ടിയിരുന്നില്ല. അതായത് ലാംഡ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറേ വാല്യൂസ് ആയിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ലാംഡ നമ്മൾ എന്തായിട്ട് എടുത്തത്, ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² ആണ്. അതായത് n² π²/L² ആണ്. അപ്പോൾ ഈ n-ന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 പറഞ്ഞ് നമുക്ക് കിട്ടും. n-ന് നമ്മൾ 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ π²/L², n-ന് നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ ലാംഡ 2 2² π²/L². അങ്ങനെ കുറേ ലാംഡകൾ കണ്ടുപിടിക്കും. ഈ ലാംഡകളാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. കറസ്പോണ്ടിങ് ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ n-ന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫങ്ഷൻസ് ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ഐഗൺ ഫങ്ഷൻസ്. ഇതൊരു പ്രൂഫാണ്. ഈ പ്രൂഫ് നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ നേരത്തെ എഴുതണേ ഉള്ളൂ. 3 മാർക്കിന് ചോദിക്കുന്നത് ഇപ്പോൾ വേണ്ടോ, അതിൽ ഒരു ടെയിൽ എൻഡ് കൂടി ഉണ്ട് ക്വസ്റ്റ്യനിൽ. അതുണ്ടോ, ഷോ ദാറ്റ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ++ 10y = 0, y0 = 0, y = 0 possess only the trivial solution. ഇതാണ് നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കുക. ഇതെന്ന് പറയണത് ഈ ഫോർമാറ്റിലല്ലേ ഇരിക്കണേ. ലാംഡയുടെ സ്ഥാനത്ത് എന്താണ്, 10 ആണ്. ലാംഡ <0 അല്ലെങ്കിൽ -0 ആണെങ്കിൽ ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, y = 0. ഇത് >0 0 ആണെങ്കിലും ലാംഡ 0 ആണെങ്കിലും ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, എന്ത്, 0. പക്ഷേ ഇതെന്താണ്, ലാംഡ >0 ആണ്. ആൻഡ് ഇതിൽ നമുക്കുണ്ടോ ഈ കണ്ടീഷൻ ഇവിടെ y0 = 0 എന്നുണ്ട്. എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്, പൈ ആണ്. അതായത് ഇവിടെ ഈ ക്വസ്റ്റിന് എല്ലിൻ്റെ സ്ഥാനത്ത് പൈ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ലാംഡയുടെ വാല്യൂ 10 എന്ന് പറയുന്നത് >0 ആണെന്ന് പറയാം. ലാംഡ എന്ന് പറഞ്ഞാൽ n² π²/L² ആണെന്ന് കേസ് 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാംഡ ഇവിടെ 10, അതായത് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² π²/L² ആണ്. L ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, L പൈ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ π² എന്ന് കൊടുക്കും. ഈ π²ഉം വെട്ടിപ്പോകുമ്പോൾ 10 = n² എന്ന് കിട്ടും. ഏതെങ്കിലും ഇൻറ്റിജറിൻ്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് 10-നെ എഴുതാൻ പറ്റുമോ, എഴുതാൻ പറ്റില്ല. അതായത് നമുക്കിവിടെ 10 എന്ന് പറയുന്നത് ഇവിടെ ഈ നമ്മുടെ സൊല്യൂഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ
10 എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെയും പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല. അതായത് നമ്മൾ കേസ് 3 പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ C2 0 ആവണം, അല്ലെങ്കിൽ C2 നോട്ട് ഈക്വൾ ടു 0 ആവണം. C2 നോട്ട് ഈക്വൾ ടു 0 എന്നുള്ള കണ്ടീഷൻ ഇവിടെ നടക്കില്ല. അതായത് ഇവിടെ C2 0 ആവണം. C2 0 ആവണമെങ്കിൽ C1ഉം C2ഉം 0 ആയി കഴിഞ്ഞാൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അത് കാരണം ഇപ്പോൾ ഇവിടെ 25 ആണ് വന്നത് എങ്കിൽ നമുക്ക് 5ൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് n സ്ക്വയർ ഇസ് ഈക്വൾ ടു നമുക്ക് 25 കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രിവിയൽ സൊല്യൂഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എഴുതി വെക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? C2 sin 5πx/L ആയിരിക്കും, അല്ലെങ്കിൽ L എന്ന് പറഞ്ഞാൽ പൈ, അതായിരിക്കും അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുക. പക്ഷേ ഇവിടെ നമുക്കത് പറ്റില്ല. അത്രയാണ് ഇവിടെ നമ്മൾ ചെയ്യണത്. ഇത് 3 മാർക്കിനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയുമാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ അഥവാ തേർഡ് ചാപ്റ്റർ അഥവാ സെക്കൻഡ് മൊഡ്യൂളിൽ ഉള്ളത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.